Hello friends, once again welcome back to our online classes. In this session we will be covering two more topics. They are time of supply and value of supply. These two are very small topics, and in most of the exams a question from any of these two topics are asked. So ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല, സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ടൈം ഓഫ് സപ്ലൈയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ടൈം ഓഫ് സപ്ലൈ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പോയിൻ്റ് ഓഫ് ടാക്സേഷൻ എന്ന് കൂടി വിളിക്കാം. എന്ന് പറഞ്ഞാൽ ഏത് ഡേറ്റിലാണ്, ഏത് സമയത്താണ് ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ആ ട്രാൻസാക്ഷനുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ടാക്സ് അടക്കേണ്ടത് എന്നതാണ് ടൈം ഓഫ് സപ്ലൈയിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു ട്രാൻസാക്ഷൻ എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഡേറ്റ്സ് ഉണ്ടാവും അതിൽ. അതായത് ഇപ്പോൾ ഈ ഗുഡ്സ് ആണെങ്കിൽ ഇപ്പോൾ ഈ ഗുഡ്സ് വിൽക്കുന്നത് ഒരു ദിവസമായിരിക്കും. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സപ്ലയറിൻ്റെ സ്ഥലത്ത് നിന്ന് ഈ ഗുഡ്സ് എടുത്തുകൊണ്ട് പോകുന്നത് ഒരു ദിവസമായിരിക്കും. വളരെ ദൂരമുള്ള സ്ഥലത്തൊക്കെ എന്നുണ്ടെങ്കിൽ ഈ റെസിപ്പിൻ്റെ സ്ഥലം വളരെ ദൂരമുള്ള സ്ഥലമാണെന്നൊക്കെ ഉണ്ടെങ്കിൽ റെസിപ്പിയൻറ്റിൻ്റെ സ്ഥലത്ത് എത്തുന്നത് ഒരു ഡേറ്റ് ആയിരിക്കും. അതേപോലെ ഇൻവോയ്സിൽ കാണിച്ചിട്ടുള്ള ചിലപ്പോൾ ഡേറ്റ് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അതൊക്കെ കഴിഞ്ഞ് പേയ്മെൻറ്റ് കൊടുക്കുന്ന ഡേറ്റ് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കും, ചിലപ്പോൾ ഈ ഗുഡ്സൊക്കെ സപ്ലൈ ചെയ്ത് 1-2 മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഡേറ്റ്സ് വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും, ഏത് ഡേറ്റിലാണ് ടാക്സ് അടക്കേണ്ടത് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമുക്കറിയാം, നോർമലി എല്ലാ ആൾക്കാരും നോർമൽ കേസുകൾ, കോമ്പോസിഷൻ സ്കീം എന്നല്ല, അങ്ങനത്തെ സ്പെഷ്യൽ സ്കീമുകൾ എടുക്കാത്ത നോർമൽ സ്കീമിൽ ടാക്സ് പേ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാസവും റിട്ടേൺ ഫയൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഡിഫറെൻറ്റ് ഡേറ്റ്സ് ഒക്കെ വേറെ വേറെ മാസങ്ങളിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഏത് മാസത്തിലാണ് ഈ പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ നമ്മൾ കാണിക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ ക്ലാരിഫൈ ചെയ്യുന്ന സെക്ഷൻസ് ആണ് ടൈം ഓഫ് സപ്ലൈ എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് വരുന്നത്. ഓക്കെ, ആകെ 2 സെക്ഷൻസ് ആണ് ഇതിലുള്ളത്. സെക്ഷൻ 12ഉം സെക്ഷൻ 13ഉം ആണ്. സെക്ഷൻ 12 പറയുന്നത് ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. ഗുഡ്സിൻ്റെ കാര്യത്തിൽ ടൈം ഓഫ് സപ്ലൈ ഏതായിരിക്കും. സെക്ഷൻ 13 പറയുന്നത് സർവീസസിൻ്റെ കാര്യത്തിൽ ടൈം ഓഫ് സപ്ലൈ ഏതായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്ഷനിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് സെക്ഷൻ 12 പറയുന്ന ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്. ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് തന്നെ നമുക്ക് പറയാം 2 രീതിയിൽ ഉണ്ടാകും. ഒന്ന്, ഫോർവേഡ് ചാർജിൽ ടാക്സ് അടക്കുന്നതുണ്ടാവും, റിവേഴ്സ് ചാർജിൽ ടാക്സ് അടക്കുന്ന കേസുകളുണ്ടാകും. ഫോർവേഡ് ചാർജിൽ ടാക്സ് അടക്കേണ്ടത് ആരാണ്? സപ്ലയറാണ്. സപ്ലയറിനെ സംബന്ധിച്ചിടത്തോളം സപ്ലയറാണ് ഗുഡ്സ് കൊടുക്കുന്നത്, സപ്ലയറാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്, സപ്ലയർക്കാണ് പേയ്മെൻറ്റ് കിട്ടുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സപ്ലയറിൻ്റെ ആംഗിൾ ഉണ്ടാവുക. നേരെ മറിച്ച് റിവേഴ്സ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ റെസിപ്പിയൻ്റ് ആണ് ടാക്സ് അടക്കുന്നത്, അല്ലേ? അപ്പോൾ റെസിപ്പിയൻറ്റിൻ്റെ ആംഗിൾ നോക്കുമ്പോൾ എന്താണ്? ഗുഡ്സ് കിട്ടുന്നുണ്ടാകും, പേയ്മെൻറ്റ് കയ്യിൽ നിന്ന് പോകുന്നുണ്ടാവും, അല്ലേ? ഇൻവോയ്സ് കിട്ടുന്നുണ്ടാകും. ഇങ്ങനെയുള്ള ഡേറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇവൻറ്റ്സ് ആണ് ഒരു റെസിപ്പിയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം റിലവൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർവേഡ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സപ്ലയറിൻ്റെ ആംഗിൾ നിന്നിട്ട് ടൈം ഓഫ് സപ്ലൈ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? സപ്ലയറാണ് ടാക്സ് ഇറക്കുന്നത്. റിവേഴ്സ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റെസിപ്പിയൻറ്റിൻ്റെ ആംഗിളിൽ നിന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആംഗിൾ എന്ന് പറയുമ്പോൾ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ടാണ് നമുക്ക് ടൈം ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുമ്പോഴും തന്നെ അതിൽ തന്നെ ഫോർവേഡ് ചാർജിനും റിവേഴ്സ് ചാർജിനും വേറെ വേറെ ടൈം ഓഫ് സപ്ലൈ വരുന്നത്. ഓക്കെ, സെക്ഷൻ 12 സബ്സെക്ഷൻ 2 പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് വേർ സപ്ലയർ ഈസ് ലയബിൾ ടു പേ ടാക്സ് അണ്ടർ ഫോർവേഡ് ചാർജ്. ഓക്കെ, ടൈം ഓഫ് സപ്ലൈ ഫോർവേഡ് ചാർജിൽ ഗുഡ്സിൻ്റെ കേസിൽ വരുന്നതാണ് സെക്ഷൻ 12 സബ്സെക്ഷൻ 2 പറയുന്നത്. ടൈം ഓഫ് സപ്ലൈ നമുക്ക് മനസ്സിലാകാൻ നമ്മൾ ഇതിന് മുന്നത്തെ ടോപ്പിക്കിൽ പഠിച്ച ഇൻവോയ്സസ്, ടൈം ലിമിറ്റ് ഫോർ ഇഷ്യൂയിങ് ഇൻവോയ്സസ് എന്നുള്ള സെക്ഷൻ 31 സബ്സെക്ഷൻ 1ഉം അതേതാണ് ഗുഡ്സിൻ്റെ കേസിൽ. സർവീസസ് ആണെങ്കിൽ സെക്ഷൻ 31 സബ്സെക്ഷൻ 2ഉം ഇവിടെ നമുക്ക് റിലവൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 12 സബ്സെക്ഷൻ 2 പഠിക്കുന്നത് ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് അണ്ടർ റിവേഴ്സ് ചാർജ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ റിലവൻ്റ് ആയിട്ട് വരുന്നത് 31 സബ്സെക്ഷൻ 1 ടൈം ലിമിറ്റ് ഫോർ ഇഷ്യൂയിങ് ഇൻവോയ്സ് ഇൻ കേസ് ഓഫ് ഗുഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 31(1) പറയുന്നത് ഒരു മൂവ്മെൻ്റ് ഉള്ള ഗുഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്? ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ് ആണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്.
മൂവ്മെൻറ്റ് ഇല്ലാത്ത ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ ബിഫോർ ഓർ അറ്റ് ദ ടൈം വെൻ ദ ഗുഡ്സ് ആർ മെയ്ഡ് അവൈലബിൾ ടു ദ റെസിപ്പിയൻറ്റ് ഫോർ ഡെലിവറി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ടൈം ലിമിറ്റ്. ക്ലിയർ? എന്തിനുള്ള? ഇൻവോയ്സ് ഇഷ്യൂ ആണുള്ളത്. ഇത് നമ്മൾ ടൈം ഓഫ് സപ്ലൈയിലേക്ക് വരികയാണ്. ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവോയ്സ് ഡേറ്റ് മാത്രമാണ് റിലവൻ്റ് ആയിട്ടുള്ളത്. ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ആണ് നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ഒരു കാര്യം നോക്കണം, ഈ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് വിത്തിൻ ടൈം ലിമിറ്റ് ആണോ എന്ന് നോക്കണം. ഓക്കെ, ഇൻവോയ്സ് വിത്തിൻ ടൈം ലിമിറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ആസ് പെർ റൂൾസ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ഇഷ്യൂയിങ് ഇൻവോയ്സ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഇഷ്യൂഡ് നമുക്ക് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കാൻ പറ്റും. ഇനി ഇൻവോയ്സ് വിത്തിൻ ടൈം ലിമിറ്റ് ഇഷ്യൂ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ്, മൂവ്മെൻ്റ് ഉള്ള ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ടൈം ഓഫ് സപ്ലൈ ഏതായിരിക്കും? എന്നായിരുന്നോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്, ആ ഡേറ്റ് ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് ഓൺ വിച്ച് ഇൻവോയ്സ് ഓട്ട് ടു ഹാവ് ബീൻ ഇഷ്യൂഡ്, അതാണ് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കേണ്ടത്. അത്രയുമാണ് സെക്ഷൻ 12 സബ്സെക്ഷൻ 2 പറയുന്നത്. നമുക്ക് ചെറിയൊരു എക്സാമ്പിളിലൂടെ ഇത് ഈസിലി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. എല്ലാവരും കയ്യിലുള്ള നോട്ടിലെ എക്സാമ്പിൾസ് എഴുതാം. കേസ് 1 നമ്മൾ പറയുന്നത് ഡേറ്റ് ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ് 12/2/2020, അതായത് ഫെബ്രുവരി 12, 2020 ഡേറ്റ് ഓഫ് റിമൂവൽ അല്ലെങ്കിൽ ഗുഡ്സ് സപ്ലയർ റെസിപ്പിയൻറ്റിന് കൊടുത്തത്. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 11/2/2020, അതായത് ഡേറ്റ് ഓഫ് റിമൂവലിൻ്റെ തലേ ദിവസം തന്നെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ടൈം ഓഫ് സപ്ലൈയിലേക്ക് വരിക. ടൈം ഓഫ് സപ്ലൈ എങ്ങനെ നോക്കും? അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കണം ഇൻവോയ്സ് വിത്തിൻ ടൈം ലിമിറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ. അപ്പോൾ എന്താണ് ഇവിടെ ഇൻവോയ്സ് വിത്തിൻ ടൈം ലിമിറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ? ഡേറ്റ് എപ്പോഴാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്? ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ്, അത് 12 ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 11 എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഗുഡ്സിൻ്റെ മുന്നേ തന്നെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് ഇൻവോയ്സ് ഈസ് ഇഷ്യൂഡ് വിത്തിൻ ടൈം ലിമിറ്റ്. അങ്ങനെയാണെങ്കിൽ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് നമുക്ക് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ കേസിൽ 11/2/2020 ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ ആയിരിക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു കേസ് ഞാൻ പറയുകയാണ്. ഡേറ്റ് ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ് സെയിം ആണ്, 12/2/2020 ആണ്. പക്ഷെ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് 14/2/2020 ആണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ നോക്കുക ഇൻവോയ്സ് വിത്തിൻ ടൈം ലിമിറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ എന്നാണ് ലാസ്റ്റ് ഡേറ്റ്. ഡേറ്റ് ഓഫ് റിമൂവൽ 12/2 ആണ്. അപ്പോൾ 12 അതിന് മുന്നെയോ ആയിട്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് 14 ആണ്. അങ്ങനെയാണെങ്കിൽ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് നമുക്ക് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഏതാണ് എടുക്കാൻ പറ്റുക? ലാസ്റ്റ് ഡേറ്റ് ഓൺ വിച്ച് ഇൻവോയ്സ് ഓട്ട് ടു ഹാവ് ബീൻ ഇഷ്യൂഡ്, എന്നായിരുന്നോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള അവസാനത്തെ ദിവസം, ആ ദിവസമാണ് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ സെക്കൻഡ് കേസിൽ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് വരുന്നത് ഏതായിരിക്കും? ഡേറ്റ് ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ്, അതായത് 12 ഫെബ്രുവരി 2020 എന്നുള്ളതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ആണ് അണ്ടർ ഫോർവേഡ് ചാർജ്. അതാണ് പറയാൻ പോകുന്നത്. സെക്ഷൻ 13 സബ്സെക്ഷൻ 2. സെക്ഷൻ 12 കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട്. പക്ഷെ നമ്മൾ ഫോർവേഡ് ചാർജ് എന്നുള്ള ആദ്യം തീർക്കുക എന്ന് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ സെക്ഷൻ 13ലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 13(2) ആണ്. സബ്സെക്ഷൻ 2 സെയിം ആണ്. സെക്ഷൻ 12 2 സബ്സെക്ഷൻ ആയിരുന്നു ഏത്? ഫോർവേഡ് ചാർജ് ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് പറഞ്ഞത്. അതേപോലെ തന്നെ സർവീസസ് ആണെങ്കിൽ സെക്ഷൻ 13 സബ്സെക്ഷൻ 2 ആണ് ഫോർവേഡ് ചാർജിൽ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞപ്പോൾ ഒരൊറ്റ ഡേറ്റ് നമ്മൾ പറഞ്ഞോളൂ, ഏത്? ഡേറ്റ് ഓഫ് ഇൻവോയ്സ് മാത്രമേ നമ്മൾ എടുത്തുള്ളൂ അല്ലേ? അതാണ് നമ്മൾ മെയിനായിട്ട് എടുത്തത്. പക്ഷേ സർവീസസിൻ്റെ കേസിൽ വരുമ്പോൾ നമുക്ക് 2 ഡേറ്റ്സ് വരും. ഡേറ്റ് ഓഫ് പേയ്മെൻറ്റും വരും, ഡേറ്റ് ഓഫ് ഇൻവോയ്സും വരും. ഓക്കെ, ശരിക്കും ആക്ച്വലി ആദ്യത്തെ ലോല് ഗുഡ്സിൻ്റെ കേസിലും ഡേറ്റ് ഓഫ് പേയ്മെൻറ്റും ഉണ്ടായിരുന്നു. ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഓർ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് വിച്ച് എവർ ഇസ് ഏർലിയർ ആയിരുന്നു. പക്ഷേ അത് പിന്നീട് അത് എന്ത് ചെയ്തു? ഒരു അമെൻമെൻറ്റിലൂടെ അതിന് എഫക്റ്റീവ്ലി അത് ഇല്ലാതായി, ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഇല്ലാതായി പോയി. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയലിലൊക്കെ ചിലപ്പോൾ അതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കൺഫ്യൂഷൻ വരരുത്, ഒരു അമെൻമെൻറ്റ് വന്നതാണത്. ഓക്കെ, അപ്പോൾ 13(2) പറയുന്നത് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തിൻ്റെ ഡേറ്റ് റിലവൻ്റ് ആണ്? ടൈം ലിമിറ്റ് ഫോർ ഇഷ്യൂയിങ് ഇൻവോയ്സസ് എന്നുള്ള സെക്ഷൻ 31 സബ്സെക്ഷൻ 2 പറയുന്ന സർവീസസിൻ്റെ കേസിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള പ്രൊവിഷൻസ് റിലവൻ്റ് ആണ്.
ഓക്കെ, അപ്പോൾ സർവീസസിൻ്റെ ടൈം ലിമിറ്റ്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള ടൈം ലിമിറ്റ് പറയുന്നത് നോർമൽ കേസുകളാണെന്നുണ്ടെങ്കിൽ സർവീസ് കൊടുത്ത് വിത്തിൻ 30 days. ഓക്കെ, പ്രൊവിഷനിൽ എങ്ങനെയാണ് പറഞ്ഞത്? ബിഫോർ ഓർ ആഫ്റ്റർ സപ്ലൈ ഓഫ് സർവീസ് ബട്ട് നോട്ട് ലേറ്റർ ദാൻ 30 days. 30 ഡേയ്സിൻ്റെ ഉള്ളിൽ സപ്ലൈ ഓഫ് സർവീസ് കൊടുത്ത് വിത്തിൻ 30 ഡേയ്സിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. ഇതാണ് നോർമൽ കേസ്. ബാങ്കിങ്, ഇൻഷുറൻസ് ഒക്കെ എന്നുണ്ടെങ്കിൽ 45 days. ഓക്കെ, അപ്പോൾ നമ്മളത് നോർമൽ കേസ് എക്സാമ്പിൾസ് നോക്കിയിട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ നോക്കുകയാണ് നേരത്തെ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ എന്ത് നോക്കണം? ഇൻവോയ്സ് വിത്തിൻ ടൈം ലിമിറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ വിത്തിൻ ടൈം ലിമിറ്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കും ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഓർ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് വിച്ച് എവർ ഈസ് ഏർലിയർ. എങ്ങനെയാണ്? ഇൻവോയ്സ് വിത്തിൻ ടൈം ലിമിറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഓർ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് വിച്ച് എവർ ഈസ് ഏർലിയർ. ഓക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. സർവീസ് കൊടുത്തത് നേരത്തെ പറഞ്ഞതുപോലെ 1/1/2020 പക്ഷേ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് 15/1/2020 പേയ്മെൻറ്റ് കൊടുത്തത് 20 ജാനുവരി 2020 ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ജാനുവരി സർവീസ് കൊടുത്തു, 15 ജാനുവരി ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു, 20th ജാനുവരി പേയ്മെൻറ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് നോക്കണം? ഇൻവോയ്സ് വിത്തിൻ ടൈം ലിമിറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ സെക്ഷൻ 31 സബ്സെക്ഷൻ 2 നോക്കണം. അവിടെ പറയുന്നത് സർവീസ് കൊടുത്ത് വിത്തിൻ 30 ഡേയ്സിൻ്റെ ഉള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. ഇവിടെ വിത്തിൻ 30 ഡേയ്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. കാരണം 15th തന്നെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 14 ദിവസമായപ്പോഴേക്കും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡേറ്റ് ഓഫ് ഇൻവോയ്സും ഡേറ്റ് ഓഫ് പേയ്മെൻറ്റുമാണ് നമ്മൾ ടൈം ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് 2 ഡേറ്റ്സ് ഉണ്ട്, 15/1 21. 15th ജാനും 20th ജാനുമാണ് ടൈം ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത്. അവിടെ വിച്ച് എവർ ഈസ് ഏർലിയർ, ഏതാണോ ആദ്യം വരുന്ന ഡേറ്റ് ആ ഡേറ്റ് ആണ് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ടൈം ഓഫ് സപ്ലൈ ഏതായിരിക്കും? 15/1/2020 ആയിരിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് എടുക്കാം. ഇൻവോയ്സ് വിത്തിൻ ടൈം ലിമിറ്റ് ഇഷ്യൂ ചെയ്തിട്ടില്ല. ഇൻവോയ്സ് വിത്തിൻ ടൈം ലിമിറ്റ് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ എന്നാണ് ടൈം ഓഫ് സപ്ലൈ? ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ് ഓർ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. സർവീസ് കൊടുത്ത ദിവസം, പേയ്മെൻറ്റ് കൊടുത്ത ദിവസം, വിച്ച് എവർ ഈസ് ഏർലിയർ. ഇൻവോയ്സ് വിത്തിൻ ടൈം ലിമിറ്റ് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് നമ്മൾ എടുക്കില്ല. ഓക്കെ, പക്ഷേ ഗുഡ്സിൽ നമ്മൾ ചെയ്തത് എന്തായിരുന്നു? ഇങ്ങനത്തെ കേസ് വരും. ഗുഡ്സിൻ്റെ കേസിൽ വിത്തിൻ ടൈം ലിമിറ്റ് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേ അതായിരുന്നു നമ്മൾ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുത്തത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. ലാസ്റ്റ് ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് ഫോർ ഇഷ്യൂയിങ് ഇൻവോയ്സ് എന്നുള്ള കാര്യം അങ്ങനത്തെ ഒരു ഡേറ്റ് അല്ല പറയുന്നത്. എന്നാണോ സർവീസ് കൊടുത്തത്, പ്രൊവിഷൻ ഓഫ് സർവീസ് എന്നാണോ, സപ്ലൈ ഓഫ് സർവീസ് എന്നാണോ സർവീസ് കൊടുത്തത് ആ ഡേറ്റും ഡേറ്റ് ഓഫ് പേയ്മെൻറ്റും അതിൽ വിച്ച് എവർ ഈസ് ഏർലിയർ അതാണ് നമ്മൾ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കാം. നമ്മൾ വീണ്ടും ഒരു എക്സാമ്പിൾ പറയാം. അവിടെ സപ്ലൈ ഓഫ് സർവീസ് കൊടുക്കുന്നത് അഗെയിൻ January 1, 2020, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് 3rd February 2020, പേയ്മെൻറ്റ് കിട്ടിയത് 10th February 2020. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കും വിത്തിൻ ടൈം ലിമിറ്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ജാനുവരിയാണ് സർവീസ് കൊടുത്തിട്ടുള്ളത്. 30 ഡേയ്സ് എന്ന് പറയുമ്പോൾ 31st ജാൻ്റെ ഉള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല. 3rd February ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡേറ്റ് ഓഫ് ഇൻവോയ്സ് എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ് അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഇത് രണ്ടുമാണ് നമ്മൾ എടുക്കുക. അതിൽ വിച്ച് എവർ ഈസ് ഏർലിയർ അതിലാണ് നമ്മൾ ടൈം ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യുക. അപ്പോൾ January 1st February 10th ആണ് നമ്മൾ എടുക്കുക. അതിൽ വിച്ച് എവർ ഈസ് ഏർലിയർ ഏതാണ്? January 1st. അതാണ് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് നമ്മൾ വീണ്ടും ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സിലേക്ക് പോവുകയാണ്. സെക്ഷൻ 12ലേക്ക് പോവുകയാണ്. അവിടെ റിവേഴ്സ് ചാർജിൽ ടൈം ഓഫ് സപ്ലൈ വരുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സെക്ഷൻ 12 സബ്സെക്ഷൻ 3 ആണ് വരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു റിവേഴ്സ് ചാർജ് ആകുമ്പോൾ ടാക്സ് പേ ചെയ്യുന്നത് റെസിപ്പിയൻ്റ് ആണ്. അപ്പോൾ റെസിപ്പിയൻറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും നമ്മൾ ഡേറ്റ്സ് എല്ലാം നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 3 ഡേറ്റ്സ് ഉണ്ട്. ഈ 3 ഡേറ്റ്സിൽ ഏർലിയർ ആയിട്ട് വരുന്ന ഡേറ്റ് ഏതാണോ അതായിരിക്കും ടൈം ഓഫ് സപ്ലൈ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഡേറ്റ് റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് എന്നാണോ ഗുഡ്സ് റിസീവ് ചെയ്യുന്നത്. റെസിപ്പിയൻ്റ് ആണല്ലോ, നമ്മൾ റെസിപ്പിയൻ്റ് ആംഗിളാണല്ലോ കാര്യങ്ങൾ നോക്കുന്നത്.
അപ്പോൾ എന്നാണോ ഈ റെസിപ്പിയൻറ്റ് ഗുഡ്സ് റിസീവ് ചെയ്യുന്നത്. രണ്ടാമത്തേത് ഡേറ്റ് ഓഫ് ഡെബിറ്റ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട്. എന്നാണോ ഈ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്നത്. റെസിപ്പിയൻ്റ് ആണല്ലോ, കയ്യിൽ നിന്ന് പൈസ പോകുകയല്ലേ ചെയ്യുക. ഓക്കെ, എന്നാണോ കയ്യിൽ നിന്ന് പൈസ പോകുന്നത്. അതല്ലെങ്കിൽ എന്നാണോ പേയ്മെൻറ്റ് പോയതായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യുന്നത്. വിച്ച് എവർ ഈസ് ഏർലിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞ കാര്യം ഒന്നും ഇവിടെ പറഞ്ഞല്ലോ. ഡേറ്റ് ഓഫ് ഡെബിറ്റ് ഇൻ ബാങ്ക് അക്കൗണ്ട് ഓർ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഡേറ്റ്. മൂന്നാമത്തെ ഡേറ്റ് ആയിട്ട് വരുന്നത്, ഇവിടെയാണ് മിക്കവർക്കും കൺഫ്യൂഷൻ വരുന്നത്. മൂന്നാമത്തെ ഡേറ്റ് പറയുന്നത് ഡേറ്റ് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് 30 days ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ 31st day ഫ്രം ഡേറ്റ് ഓഫ് ഇൻവോയ്സ്. 31st day ഫ്രം ഡേറ്റ് ഓഫ് ഇൻവോയ്സ്. ഓക്കെ, അപ്പോൾ 3 ഡേറ്റ്സ് ആണ് നമുക്കുള്ളത്. ഒന്ന് റെസിപ്റ്റ് ഓഫ് ഗുഡ്സ്, രണ്ടാമത്തത് ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്, മൂന്നാമത്തത് 30 ഡേ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ 30 days എന്ന് പറഞ്ഞാൽ 31st day ഫ്രം ഡേറ്റ് ഓഫ് ഇൻവോയ്സ് വിച്ച് എവർ ഈസ് ഏർലിയർ. ഇങ്ങനെ നമുക്ക് 3 ഡേറ്റ് കിട്ടും. ഈ 3 ഡേറ്റുകളിൽ ഏതാണോ ആദ്യം വരുന്നത് ആ ഡേറ്റ് ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കേണ്ടത്. ഇത് നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ ഈസിലി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക. 2 ഡേറ്റ്സ്, 2 ഇൻഡിപെൻഡൻറ്റ് കേസുകളാണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് തന്നിട്ടുണ്ട്. എന്തിനാണ് ഡേറ്റ് ഓഫ് ഇൻവോയ്സ് തരുന്നത്? ഡേറ്റ് ഓഫ് ഇൻവോയ്സ് തരുന്നത് ഈ 31st day ഫ്രം ഡേറ്റ് ഓഫ് ഇൻവോയ്സ് നമ്മൾ കാണാനാണ്. കാരണം നമുക്ക് ഈ 31st day കൂടി കിട്ടണമല്ലോ, ഇതും കൂടി നോക്കി കിട്ടിയിട്ടാണല്ലോ നമ്മൾ ടൈം ഓഫ് സപ്ലൈ നോക്കുന്നത്. അപ്പോൾ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഫസ്റ്റ് കേസിൽ വന്നിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ഇൻവോയ്സ് വന്നിട്ടുള്ളത് 1st March 2020. റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് 15th March 2020. ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഡെബിറ്റഡ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട് 17th March 2020. ഇതാണ് ആദ്യത്തെ കേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് 3 ഡേറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. ആ 3 ഡേറ്റ്സ് ഏതൊക്കെയെന്നുള്ളത് നമ്മൾ ആദ്യം കാണുക. അപ്പോൾ ഫസ്റ്റ് ഡേറ്റ് ഏതാണ്? റെസിപ്റ്റ് ഓഫ് ഗുഡ്സ്, അതായത് 15/3/2020. രണ്ടാമത്തെ ഡേറ്റ് ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഡെബിറ്റഡ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട്, അത് 17th March 2020. മൂന്നാമത്തെ ഡേറ്റ് ഏതാണ്? 31st day ഫ്രം ഡേറ്റ് ഓഫ് ഇൻവോയ്സ് അഥവാ ഡേ ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് 30 days ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഇല്ല, പക്ഷേ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഡേറ്റ് ഓഫ് ഇൻവോയ്സിൽ നിന്ന് 31ാമത്തെ ദിവസം ഏതാണെന്നുള്ള നമ്മൾ നോക്കിയാൽ പോരെ, മതി. അപ്പോൾ 31ാമത്തെ ദിവസം ഏതാണ്? 30 days കഴിഞ്ഞ് എന്ന് പറയുമ്പോൾ 30ാമത്തെ ദിവസം വരുന്നത് 31st March 2020 ആണ്. അപ്പോൾ 31st day എന്ന് പറയുമ്പോൾ 1st April 2020 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട 3 ഡേറ്റ്സ് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് 15th March ആണ്. ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് 17th March ആണ്. അതേപോലെ 31st day എന്നുള്ളത് 1st April ആണ്. ഇനി ഇതിൽ വിച്ച് എവർ ഈസ് ഏർലിയർ ആണ് ഏതാണെന്ന് നോക്കിയാൽ മതി നമുക്ക് ടൈം ഓഫ് സപ്ലൈ കിട്ടാൻ. അപ്പോൾ അതിൽ ഏർലിയർ ആയിട്ട് വരുന്നത് റെസിപ്റ്റ് ഓഫ് ഗുഡ്സിൻ്റെ ഡേറ്റ് ആണ്, അതായത് 15/3/2020. ഓക്കെ, രണ്ടാമത്തെ കേസ് ഡേറ്റ് ഓഫ് ഇൻവോയ്സ് സെയിം ആണ്, 1st March. റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് 20th April. ഓക്കെ, ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഡെബിറ്റഡ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട് 21st April. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട 3 ഡേറ്റ്സ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20th April. അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഡെബിറ്റഡ് ഇൻ ദ ബാങ്ക് അക്കൗണ്ടും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 21st April. 31st day എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മളത് കണ്ടുപിടിച്ചു. ഏതായിരുന്നു? 1st April 2020 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം വരുന്നത് ഏതാണ്? ഏർലിയർ ആയിട്ട് വരുന്ന ഡേറ്റ് ഏതാണ്? ഈ പറയുന്ന 31st day ഫ്രം ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ആണ്. അപ്പോൾ ഈ കേസിൽ ടൈം ഓഫ് സപ്ലൈ 1st April ആയിരിക്കും. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് സർവീസസിൻ്റെ കേസിൽ റിവേഴ്സ് ചാർജ് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ്. അത് സെക്ഷൻ 13 സബ്സെക്ഷൻ 3 പറയുന്നത്. സെയിം ആണ് ഡേറ്റ്സ് ഒക്കെ, ചെറിയ ഒരു മാറ്റം മാത്രമാണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗുഡ്സിൻ്റെ കേസിലാണെങ്കിൽ റിവേഴ്സ് ചാർജിൽ 3 ഡേറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ സർവീസസിൻ്റെ കേസിലാണെങ്കിൽ 2 ഡേറ്റ്സേ വരുന്നുള്ളൂ.
അപ്പോൾ ഗുഡ്സിൻ്റെ കേസിൽ ഫസ്റ്റ് ഒരു റെസിപ്റ്റ് ഓഫ് ഗുഡ്സ്, ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് എന്നുള്ള ഡേറ്റ് ഉണ്ടായിരുന്നു. ആ ഡേറ്റ് നമുക്ക് ഇവിടെ ഇല്ല. ഓക്കെ, എന്ന് പറഞ്ഞാൽ സർവീസ് എന്താണോ നമ്മൾ മേടിച്ചത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, കിട്ടിയത് അല്ലെങ്കിൽ സർവീസ് ചിലപ്പോൾ അത് കണ്ടിന്യൂയിങ് സർവീസൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഡേറ്റ് ഇല്ല. ബാക്കിയുള്ള 2 ഡേറ്റ് ആണ് നമുക്കുള്ളത്. അതായത് ഒന്ന് ഡേറ്റ് ഓഫ് പേയ്മെൻ്റ് ആണ്, അതായത് ഡേറ്റ് ഓഫ് ഡെബിറ്റ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട് ഓർ ഡേറ്റ് ഓൺ വിച്ച് ദ പേയ്മെൻറ്റ് ഈസ് റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതാണ് ഒരു ഡേറ്റ്. രണ്ടാമത്തെ ഡേറ്റ് ഗുഡ്സിൻ്റെ കേസിൽ 30 ഡേയ്സ് അല്ലെങ്കിൽ 31st ഡേ ഫ്രം ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ആയിരുന്നു. പക്ഷേ ഇത് സർവീസസിൻ്റെ കേസിലാകുമ്പോൾ 61st ഡേ ഫ്രം ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ആയിരിക്കും. അല്ലെങ്കിൽ ലോൻ്റെ ലാംഗ്വേജിൽ പറഞ്ഞാൽ ഡേറ്റ് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് 60 ഡേയ്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ്റെ പോലെ തന്നെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കിയാൽ സിമ്പിളായിട്ട് നമുക്കത് കിട്ടാവുന്നുള്ളൂ. ഇത് കൺഫ്യൂഷൻ വരേണ്ട യാതൊരു ആവശ്യമില്ല. ഈ 2 കേസിലും നമുക്ക് ആൻസർ എളുപ്പത്തിൽ കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് ഡേറ്റ് ഓഫ് ഇൻവോയ്സ് എങ്ങനെ വന്നാലും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. അപ്പോൾ അവിടെ നിന്ന് ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ 31st ഡേ ഏതാണെന്ന് കണ്ടുപിടിക്കുക, സർവീസ് ആണെന്നുണ്ടെങ്കിൽ 61st ഡേ ഏതാണെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ നമുക്ക് കിട്ടുന്ന 3 ഡേറ്റ്സിൽ വിച്ച് എവർ ഈസ് ഏർലിയർ ഏതാണോ അതാണ് നമ്മൾ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഡേറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എന്ന് വിചാരിക്കും. അപ്പോൾ റെസിപ്റ്റ് ഓഫ് ഗുഡ്സിൻ്റെ കേസിലാണെങ്കിൽ റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് തന്നിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബാക്കി ഡേറ്റ്സിൽ വെച്ചിട്ട് നമുക്ക് ഏർലിയർ ഏത് ഡേറ്റ് ആണ് അത് നോക്കിയാൽ മതി. അപ്പോൾ അവിടെ ഒന്നും കൺഫ്യൂഷൻ വരരുത്, ഇങ്ങനൊരു ഡേറ്റ് ഇല്ലല്ലോ, അപ്പോൾ നമ്മൾ റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് ഏതെങ്കിലും അസ്യൂമൊക്കെ ചെയ്തിട്ട് നമ്മൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡേറ്റ് ഓഫ് പേയ്മെൻറ്റും അതേപോലെ 31st ഡേ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കമ്പയർ ചെയ്തിട്ട് അതേതാണോ അതിലേതാണോ ഏർലിയർ അതെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിന് സെപ്പറേറ്റ് എക്സാമ്പിൾ പറയുന്നതില്ല, സെയിം തന്നെയാണ്. ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് നമ്മൾ കണ്ടതുപോലെ തന്നെ സർവീസസിനും ഈസിലി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ടൈം ഓഫ് സപ്ലൈ ഓഫ് വൗച്ചേഴ്സ് ആണ്. ഓക്കെ, വൗച്ചേഴ്സ് എന്നുള്ളത് സെക്ഷൻ 12 പറയുന്നുണ്ട്, സെക്ഷൻ 13 പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഗുഡ്സിൻ്റെ കേസിലും പറയുന്നുണ്ട്, സർവീസസിൻ്റെ കേസിലും പറയുന്നുണ്ട്. പ്രൊവിഷൻസ് ഒക്കെ സെയിം ആണ്, സെക്ഷൻ നമ്പർ മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ വൗച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. അതായത് നമുക്കൊരു വൗച്ചർ കിട്ടുമ്പോൾ ആ വൗച്ചർ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ വൗച്ചർ നമുക്ക് തരികയാണ്. 2000 റുപ്പീസിൻ്റെ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ ഇപ്പോൾ കല്യാൺ സിൽക്സിൻ്റെ 2000 റുപ്പീസിൻ്റെ വൗച്ചർ നമ്മളെ കയ്യിൽ തരികയാണ്. അപ്പോൾ നമുക്ക് ആ 2000 റുപ്പീസിൻ്റെ വൗച്ചർ യൂസ് ചെയ്തിട്ട് കല്യാൺ സിൽക്സിൽ പോയിട്ട് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം ആ വാല്യൂക്ക്. അപ്പോൾ അതാണ് വൗച്ചർ. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ഇപ്പോൾ എന്തായിരിക്കും ഡേറ്റ് ഓഫ് 2 ഡേറ്റ്സ് നമുക്ക് ഉണ്ടാവും. ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് വൗച്ചർ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഈ കമ്പനി അല്ലെങ്കിൽ നമുക്കാരാണോ വൗച്ചർ തന്നത് അവർ ഈ വൗച്ചർ ഇഷ്യൂ ചെയ്യുന്ന ഒരു ദിവസം ഉണ്ടാകും. അപ്പോൾ അതിലൊരു ഡേറ്റ് ഉണ്ടാകും, ഒരു 1 ഇയറിനുള്ളിൽ ഇത് പോയിട്ട് റിഡീം ചെയ്താൽ മതി. 1 ഇയർ വരെ ഇത് റിഡീം ചെയ്യാനുള്ള സമയമുണ്ട്. 1 ഇയർ കഴിഞ്ഞാൽ ഇത് എക്സ്പയർ ആവും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും റിഡീം ചെയ്യുന്നത് എന്തായാലും ഇഷ്യൂ ചെയ്യുന്ന ദിവസം തന്നെ ആയിക്കൊള്ളണമെന്നില്ല. പിന്നെയും ചിലപ്പോൾ 2-3 മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഈ വൗച്ചർ റിഡീം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് ഡേറ്റ്സ് ആണ് നമുക്ക് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കാൻ പറ്റുക? ഓക്കെ, അപ്പോൾ അവിടെ 2 കേസാണ് പറയുന്നത്. ഒന്ന്, സപ്ലൈ ഈസ് ഐഡൻറ്റിഫയബിൾ അറ്റ് ദ പോയിന്റ് ഓഫ് സപ്ലൈ. ഓക്കെ, രണ്ടാമത്തത് സപ്ലൈ ഈസ് നോട്ട് ഐഡൻറ്റിഫയബിൾ അറ്റ് ദ പോയിന്റ് ഓഫ് സപ്ലൈ. ഇതൊരു എക്സാമ്പിൾ വെച്ച് നമുക്കറിയാം. അപ്പോൾ ഇതിന് ആൻസർ എങ്ങനെയാണ്? ഐഡൻറ്റിഫയബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് വൗച്ചർ ആണ് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കേണ്ടത്. ഐഡൻറ്റിഫയബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് റിഡംഷൻ ഓഫ് വൗച്ചർ ആണ് നമ്മൾ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കേണ്ടത്. ഇപ്പോൾ ഞാനൊരു സിമ്പിൾ എക്സാമ്പിളിലൂടെ പറയാം. ഇപ്പോൾ ഒരു കമ്പനി മന്ത്ലി ഇയർലി ടാർഗറ്റ് കൊടുത്തു അവരുടെ 2 സെയിൽസ് പേഴ്സൺസിന്. അങ്ങനെ അവർ സെയിൽ ചെയ്തു. ഒരാൾ വിന്നറായിട്ട് വന്നത്, എന്നാൽ ഏറ്റവും കൂടുതൽ സെയിൽ നടത്തി വന്ന ഒരാളുണ്ട്. അതേപോലെ രണ്ടാമത് വന്ന ഒരാൾക്കും. ഇവർക്ക് 2 പേർക്കും കമ്പനി എന്ത് ചെയ്യാണ്, എന്തെങ്കിലും പ്രൈസ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ വിന്നറായിട്ട് വന്ന ആൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടത്തിയ ആൾക്ക് എന്ത് ചെയ്തു, സാംസങ് ഗാലക്സി S10 എന്നുള്ള ഫോണിൻ്റെ ഒരു വൗച്ചറാണ് കൊടുത്തത്. അപ്പോൾ സാംസങ്ങിൻ്റെ ഏത് ഔട്ട്ലെറ്റിൽ പോയിട്ടും ഈ വൗച്ചർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സാംസങ് ഗാലക്സി S10 ആണ് ഈ പറയുന്ന 1ാം സ്ഥാനം കിട്ടിയ ആൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ആദ്യത്തെ ആൾക്ക് കിട്ടുന്നത്. രണ്ടാമത്തെ വിന്നറിന് കിട്ടിയത് അല്ലെങ്കിൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ സെയിൽ നടത്തിയ ആൾക്ക് കിട്ടുന്നത് ഒരു 10,000 റുപ്പീസിൻ്റെ LPയുടെ വൗച്ചർ കൊടുത്തു. ലൂയിസ് ഫിലിപ്പിൻ്റെ 10,000 റുപ്പീസിൻ്റെ ഒരു വൗച്ചർ കൊടുത്തു. അപ്പോൾ ഈ 10,000 റുപ്പീസ് വെച്ചിട്ട് ഇയാൾക്ക് LPയുടെ ഏത് ഷോറൂമിൽ പോയിട്ടും ആ വാല്യൂക്കുള്ള സാധനങ്ങൾ അയാൾക്ക് വാങ്ങിക്കാൻ കഴിയും.
ഓക്കെ, അപ്പോൾ ഈ രണ്ട് കേസുകൾ നമ്മൾ നോക്കുക. അപ്പോൾ ആദ്യത്തെ കേസിൽ നോക്കൂ, ഈ വൗച്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എന്താണ് സപ്ലൈ എന്നുള്ളത് ഐഡൻറ്റിഫയബിൾ ആണ്. അല്ലെങ്കിൽ എന്താണ് ഗുഡ്സ്, എന്താണ് അവിടെ ആ വൗച്ചർ റിഡീം ചെയ്യുന്നതോട് കൂടിയിട്ട് എന്ത് ഗുഡ്സ് ആണ് ഇവർക്ക് കിട്ടുക എന്നുള്ളത് ഐഡൻറ്റിഫയബിൾ ആണ് അല്ലേ. സാംസങ് ഗാലക്സി S10 ആണ് ഈ വൗച്ചർ ഇഷ്യൂ ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ പറയുന്ന ആൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസുകളാണെങ്കിൽ അപ്പോൾ സപ്ലൈ ഈസ് ഐഡൻറ്റിഫയബിൾ ആണ് ഇവിടെ. അപ്പോൾ സപ്ലൈ ഈസ് ഐഡൻറ്റിഫയബിൾ ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴാണോ വൗച്ചർ ഇഷ്യൂ ചെയ്തത് അതായിരിക്കും ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുക. അപ്പോൾ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് വൗച്ചർ ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കേണ്ടത്. നേരെ മറിച്ച് രണ്ടാമത്തെ കേസ് നോക്കൂ, ഈ 10,000 റുപ്പീസിൻ്റെ വൗച്ചർ കൊടുത്തിട്ട് LPയിൽ പോയിട്ട് എന്തും വാങ്ങാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ അവിടെ ഈ 10,000 റുപ്പീസ് കൊണ്ട് ഇയാൾ എന്തൊക്കെയാണ് വാങ്ങുക എന്നുള്ള കാര്യത്തിൽ യാതൊരു നിശ്ചയവുമില്ല. അപ്പോൾ ഇയാൾ ആ കടയിൽ പോയി LPയുടെ ഷോറൂമിൽ പോയി റിഡീം ചെയ്യുന്ന സമയത്തായിരിക്കും ഇതിൽ നിന്നുള്ള സപ്ലൈ എന്താണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനത്തെ കേസുകളാണെന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് റിഡംഷൻ ഓഫ് വൗച്ചർ ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളാണ്. ഇത് ഗുഡ്സ് ആണെങ്കിലും സർവീസസ് ആണെങ്കിലും സെയിം പ്രൊവിഷൻ ആണ്. ക്ലിയർ? നെക്സ്റ്റ് വൺ, എൻഹാൻസ്മെൻറ്റ് ഇൻ വാല്യൂ ഓൺ അക്കൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ എക്സെട്ര ഫോർ ഡിലേഡ് പേയ്മെൻറ്റ് ഓഫ് കൺസിഡറേഷൻ. ഇതും രണ്ട് കേസിലും സെയിം പ്രൊവിഷൻസ് ആണ്. ഗുഡ്സിൻ്റെ കേസിലാണെങ്കിൽ സെക്ഷൻ 12 സബ്സെക്ഷൻ 6 ആണ്. സർവീസസിൻ്റെ കേസിലാണെങ്കിൽ സെക്ഷൻ 13 സബ്സെക്ഷൻ 6 ആണ്. രണ്ടും പ്രൊവിഷൻസ് സെയിം ആണ്. അപ്പോൾ ഇത് നമ്മൾ എന്താണെന്നുള്ളത് നോക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ പൊതുവേ ബിസിനസ് നടത്തുന്ന എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്, മിക്കവാറും ആൾക്കാരൊക്കെ ഗുഡ്സ് എടുക്കുന്നത് അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്നത് ക്രെഡിറ്റിലായിരിക്കും. ക്രെഡിറ്റിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഗുഡ്സ് കൊടുക്കുന്ന സമയത്ത് തന്നെ പൈസ റിസീവ് ചെയ്യില്ല. ചിലപ്പോൾ 1 മന്ത് ക്രെഡിറ്റ്, അത് ഓരോ കമ്പനിയുടെ പോളിസി അനുസരിച്ചിട്ട് മാറും. ചിലപ്പോൾ 10 ഡേയ്സ് ക്രെഡിറ്റ് കൊടുക്കും, ചിലപ്പോൾ 15 ഡേയ്സ് ക്രെഡിറ്റ് കൊടുക്കും, ചിലപ്പോൾ 1 മന്ത് ക്രെഡിറ്റ് കൊടുക്കും, ചിലപ്പോൾ 2 മന്ത് ക്രെഡിറ്റ് കൊടുക്കും. അപ്പോൾ 2 മന്ത് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഗുഡ്സ് സെയിൽ നടന്നതിന് ശേഷം 2 മാസം കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് കൊടുത്താൽ മതി. അതാണ് ക്രെഡിറ്റ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 2 മന്ത് ക്രെഡിറ്റ് പീരീഡ് ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഈ 2 മന്തിനുള്ളിൽ കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക, അപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും, ഓരോ മാസത്തിന് ഇത്ര രൂപ വെച്ചിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്ര % പെർ ആനം വെച്ചിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ വരുന്ന അഡീഷൻ എക്സ്ട്രാ വരുന്ന പൈസ, ഇപ്പോൾ 10,000 രൂപയുടെ ഒരു സെയിൽ നടത്തി, പക്ഷെ ഒരാൾ ഈ പറഞ്ഞ പേയ്മെൻറ്റ് ഡിലേ വരുത്തി, അപ്പോൾ ഒരു 500 രൂപ എന്ത് വന്നു, ഫൈൻ വന്നു. ഈ 500 രൂപയുടെ ടൈം ഓഫ് സപ്ലൈ എപ്പോഴായിരിക്കും എന്നുള്ളതാണ് ഈ സെക്ഷനിൽ അല്ലെങ്കിൽ ഈ പ്രൊവിഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഇങ്ങനത്തെ കേസുകളിൽ ഇങ്ങനത്തെ അഡീഷൻ ഇൻ വാല്യൂ വരുമ്പോൾ അല്ലെങ്കിൽ എൻഹാൻസ്മെൻറ്റ് ഇൻ വാല്യൂ വരുമ്പോൾ എപ്പോഴാണോ സപ്ലയർ ഈ അഡീഷൻ റിസീവ് ചെയ്യുന്നത് അതായിരിക്കും ടൈം ഓഫ് സപ്ലൈ. ഇതുകൊണ്ട് എന്തുകൊണ്ട് പ്രത്യേകം പറയണോ എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. മിസ്റ്റർ എ മിസ്റ്റർ ബിക്ക് 10,000 റുപ്പീസ് വാല്യൂ ഉള്ള ഗുഡ്സ് വിറ്റു. ഡേറ്റ് ഓഫ് ഇൻവോയ്സ് 15/2/2020 ആണ്. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യുക ഇൻവോയ്സ് ഒക്കെ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് വിത്തിൻ ടൈം ലിമിറ്റ് ആണ്. അപ്പോൾ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സിന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് മാത്രം പോരെ. അപ്പോൾ ഈ പറഞ്ഞ പെർട്ടിക്കുലർ സപ്ലൈൻ്റെ ടൈം ഓഫ് സപ്ലൈ വരുന്നത് 15/2/2020 ആണ്. ഓക്കെ, അപ്പോൾ 10,000 റുപ്പീസിൻ്റെ അതിൻ്റെ മേലുള്ള GST റേറ്റ് എത്രയാണോ ആ റേറ്റിൽ ഏത് മാസത്തെ, അതായത് ഫെബ്രുവരി മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ആദ്യമേ ടാക്സ് അടക്കേണ്ടി വരും. ഓക്കെ, ക്രെഡിറ്റ് പീരീഡ് 2 മന്ത്സ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 2 മാസം കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് കൊടുത്താൽ മതി. പക്ഷേ പേയ്മെൻറ്റിൽ ഈ 2 മന്ത്സ് എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ, ഈ 2 മന്ത്സിൽ എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 2 മന്ത്സും കഴിഞ്ഞിട്ടാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 100 റുപ്പീസ് പെർ മന്ത് വെച്ചിട്ട് ഫൈൻ കൊടുക്കണം. ഡിലേഡ് പേയ്മെൻറ്റിന് 100 റുപ്പീസ് പെർ മന്ത് വെച്ചിട്ട് ഫൈൻ കൊടുക്കണം. ആക്ച്വൽ പേയ്മെൻറ്റ് എന്നാ കൊടുത്തത് 15th സെപ്റ്റംബർ 2020ക്കാണ് പേയ്മെൻറ്റ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഡേറ്റ് ഓഫ് ഇൻവോയ്സ് എന്നാണ് 15/2/2020 ആണ്. അപ്പോൾ അതാണ് ടൈം ഓഫ് സപ്ലൈ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ 10,000 റുപ്പീസിനുള്ള ടൈം ഓഫ് സപ്ലൈ അല്ലെങ്കിൽ 10,000 റുപ്പീസുമുള്ള ടാക്സ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അത് റിട്ടേണിൽ കാണിക്കേണ്ടത് ഏത് മാസത്തെ തന്നെ ആയിരിക്കും, ഈ പറയുന്ന ഫെബ്രുവരി മാസത്തിൽ തന്നെ ആയിരിക്കും. ഓക്കെ, പക്ഷേ ഇയാൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത് എപ്പോഴാണ്, ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരി അല്ല, സെപ്റ്റംബറിലാണ്. അപ്പോൾ എത്ര മാസം ഡിലേ വന്നിട്ടുണ്ട്, അപ്പോൾ 2 മാസമാണ് ക്രെഡിറ്റ് പീരീഡ് എന്നുള്ളത്. 15/2ക്കാണ് ഇൻവോയ്സ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അവിടുന്ന് 2 മാസം എന്ന് പറയുമ്പോൾ
15/4 ആണ്, April 15 ആണ് 2 മാസം കഴിയുക. അന്ന് പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല. അവിടുന്നും 5 മാസം കഴിഞ്ഞിട്ടാണ് പേയ്മെൻറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 100 rupees പെർ മന്ത് വെച്ചിട്ട് ഇയാൾ ഫൈന് കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ എത്ര വരും? 5 × 100 500 rupees ആണ് ഫൈന് വരിക. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇയാൾ ഈ പേയ്മെൻറ്റ് 15/9 2020 പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് 10,000 ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? 10,000 ആയിരിക്കില്ല. ഈ പറയുന്ന ഫൈനും കൂടി കൂട്ടി 10,500 rupees ആയിരിക്കും പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിലുള്ള 10,000ൻ്റെ ടൈം ഓഫ് സപ്ലൈ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്നാണ് 15 to 2020 ആണ്. പക്ഷേ ഈ 500 rupeesൻ്റെ മാത്രം ടൈം ഓഫ് സപ്ലൈ ആണ് എപ്പോഴാണ് വരിക? അപ്പോൾ അവിടെ നമ്മൾ ടൈം ഓഫ് സപ്ലൈ നോക്കണം. ഡേറ്റ് ഓൺ വിച്ച് ദ സപ്ലയർ റിസീവ്സ് സച്ച് അഡീഷൻ ഇൻ വാല്യൂ. എപ്പോഴാണോ ഈ അഡീഷണൽ എമൗണ്ട് കിട്ടുന്നത് ആ ഡേറ്റ് ആയിരിക്കും ആ എമൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ടൈം ഓഫ് സപ്ലൈ വരിക. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ 500 rupeesൻ്റെ ടൈം ഓഫ് സപ്ലൈ 15/9/2020 ആണ്. പക്ഷേ 10,000 rupeesൻ്റെ എപ്പോഴാണ്? അത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ 15/2/2020 ആണ്. ക്ലിയർ ആണല്ലോ? ഇനി റെസിഡ്യുവൽ കേസസ് ഉണ്ട്. അതും ഈ പറഞ്ഞതുപോലെ ഗുഡ്സിനും സർവീസസിനും സെയിം ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് റെസിഡ്യുവൽ കേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഇതുവരെ നമ്മൾ പറഞ്ഞ സെക്ഷൻസ് ഒന്നും അപ്ലിക്കബിൾ ആകാത്ത എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സെക്ഷൻ ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 12(5)ലും സർവീസസ് ആണെങ്കിൽ 13(5)ലും പറയുന്ന പ്രൊവിഷൻ എന്താണോ അതാണ് അപ്ലിക്കബിൾ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തേത് ഡ്യൂ ഡേറ്റ് ഫോർ ഫയലിംഗ് ഓഫ് പീരിയോഡിക്കൽ റിട്ടേൺ. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തിയിട്ട് ഒരു ഫൈന് വന്നു, 300 rupees ആ പർട്ടിക്കുലർ മന്തിലേക്ക് ഫൈന് വന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിൽ ഇതിനെ ഉൾപ്പെടുത്താൻ പറ്റുമോ? സപ്ലൈ ഓഫ് ഗുഡ്സ്, സപ്ലൈ ഓഫ് സർവീസ്, വൗച്ചർ, അതേപോലെ എൻഹാൻസ്മെൻറ്റ് ഇൻ വാല്യൂ ഒന്നല്ലല്ലോ. എൻഹാൻസ്മെൻറ്റ് ഇൻ വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു റെസിപ്പിൻ്റെ സപ്ലയർക്ക് കൊടുക്കുന്ന ഫൈനാണ്. നമ്മളിവിടെ പറഞ്ഞ ഫൈൻ എന്താണ്? ഇയാൾ ലീഗലി എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഡിഫോൾട്ടുകൾ വരുത്തിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കേണ്ട ഫൈനാണ്. അത് രണ്ടും രണ്ടാണ്. ഓക്കെ, അങ്ങനെ ഫൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫൈന് കൊടുക്കേണ്ട ഡ്യൂ ഡേറ്റ് എന്ന് അല്ലെങ്കിൽ അതിന് ടൈം ഓഫ് സപ്ലൈ എന്നായിരിക്കും സ്വാഭാവികമായിട്ട് എപ്പോഴാണോ അയാൾ ആ മാസത്തിൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് അതായിരിക്കും അതിൻ്റെ ടൈം ഓഫ് സപ്ലൈ വരിക. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ഉള്ളത് ഡ്യൂ ഡേറ്റ് ഫോർ ഫയലിംഗ് ഓഫ് ദി പീരിയോഡിക്കൽ റിട്ടേൺ ആണ് റെസിഡ്യുവൽ കേസിൽ. ഇനി അതും അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓൺ വിച്ച് GST ഈസ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇൻസ്പെക്ഷൻ വന്നിട്ട് ഒരു 10,000 rupees ഉടനെ തന്നെ ഫൈൻ അടക്കാൻ പറഞ്ഞു. അവിടെ വെച്ചിട്ട് തന്നെ ഫൈൻ അടക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ പീരിയോഡിക്കൽ റിട്ടേൺ ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ ആ പൈസ കൊടുക്കുന്നത് അതാണ് അതിൻ്റെ ടൈം ഓഫ് സപ്ലൈ. അതാണ് ഡേറ്റ് ഓൺ വിച്ച് GST ഈസ് പെയ്ഡ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയുമാണ് ടൈം ഓഫ് സപ്ലൈയുമായി സംബന്ധിച്ച് പറയാനുള്ളത്. ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളതും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം രണ്ടും കൂടി ഒരുമിച്ച് നോക്കാം. ഓക്കെ, വാല്യൂ ഓഫ് സപ്ലൈ സെക്ഷൻ 15 ആണ് വാല്യൂ ഓഫ് സപ്ലൈ പറയുന്നത്. സെക്ഷൻ 15 മാത്രമാണ് വാല്യൂ ഓഫ് സപ്ലൈ ഉള്ളത്. ഇൻ്റർമീഡിയറ്റ് പഠിക്കാൻ ഫൈനലിൽ കുറച്ചുകൂടി പോർഷൻസ് എക്സ്ട്രാ റൂൾസ് ഒക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 15 പറയുന്നത് വാല്യൂ ഓഫ് സപ്ലൈ എന്നാണ്. വാല്യൂ ഓഫ് സപ്ലൈ എന്താ സംഭവം? നമ്മളൊക്കെ എല്ലാ ഇൻവോയ്സിലും ഇപ്പോൾ നമ്മൾ സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഒരു വാല്യൂ ഉണ്ടാകും. ടാക്സിബിൾ വാല്യൂ എന്നൊക്കെ തന്നെ ചിലപ്പോൾ അതിന്മേൽ എഴുതിയിട്ടുണ്ടാവുക. ആ വാല്യൂമിലായിരിക്കും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിക്കേണ്ട അല്ലെങ്കിൽ ഏത് വാല്യൂമിലാണോ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ സംഭവമാണ് സെക്ഷൻ 15 വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് നമ്മൾ പ്രത്യേകം ഇപ്പോൾ നമുക്കിങ്ങനെ ആലോചിക്കാം, ഒരാൾ 10,000 രൂപയുടെ സാധനം വിറ്റ് കഴിഞ്ഞാൽ അത് തന്നെ വാല്യൂ ഓഫ് സപ്ലൈ എടുത്താൽ പോരാ, അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ലല്ലോ, അങ്ങനെ ചിലപ്പോൾ നമുക്ക് തോന്നും. പക്ഷേ അങ്ങനെ അല്ല. അവിടെ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, അഡീഷണലി ചിലപ്പോൾ ഇയാൾ ഈ 10,000 രൂപ കൂടെ സെയിൽ നടത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും പൈസ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ പാക്കിംഗ് ചാർജസ് തന്നെ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടാവും, ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് തന്നെ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇങ്ങനെ ഡിലേഡ് പേയ്മെൻറ്റ് ഉണ്ടായിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റോ ഫൈനോ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യണ്ടേ? അതുപോലെ ചിലപ്പോൾ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഡിസ്കൗണ്ട് ലെസ് ചെയ്യാൻ പറ്റുമോ വാല്യൂ ഓഫ് സപ്ലൈന്ന്? ഇത്യാദി കാര്യങ്ങളൊക്കെയാണ് ഈ സെക്ഷൻ 15 പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 15 3 സബ്സെക്ഷനാണുള്ളത്. അപ്പോൾ ആദ്യം സെക്ഷൻ 15(1) ട്രാൻസാക്ഷൻ വാല്യൂ, അതായത് ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക റെസിപ്പിയൻറ്റ് സപ്ലയർക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നത്, അത്ര നമ്മൾ മനസ്സിലാക്കി. അതാണ് ട്രാൻസാക്ഷൻ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
അതായത് റെസിപ്പിയൻ്റ് സപ്ലയർക്ക് പൈസ ആയിട്ട് കൊടുക്കുന്ന സംഭവം. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ വാല്യൂ ആസ് സച്ച് നമുക്ക് അതിന് എടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ റെസിപ്പിയൻ്റ് സപ്ലയർക്ക് കൊടുത്ത പൈസ അതേപോലെ തന്നെ നമുക്ക് ട്രാൻസാക്ഷൻ വാല്യൂ ആയിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ സെക്ഷൻ 15(1) നോക്കിയിട്ടാണ് തീരുമാനിക്കുക. പിന്നെ സെക്ഷൻ 15(2) പറയുന്നത് ഈ ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ പുറമെ കുറച്ചും കൂടിയും അഡീഷൻസ് വരുത്തേണ്ടത് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സംഭവങ്ങൾ ആഡ് ചെയ്യാനുണ്ടാകും. അതാണ് സെക്ഷൻ 15(2) പറയുന്നത്. സെക്ഷൻ 15(3) പറയുന്നത് ഈ പറയുന്ന വാല്യൂ നിന്ന് കുറയ്ക്കേണ്ട എമൗണ്ടുകളാണ്. അത് ഡിസ്കൗണ്ട് ആണ്. ഡിസ്കൗണ്ട് 2 കേസുകളുണ്ട്. ഡിസ്കൗണ്ട് നമുക്ക് കുറക്കാനും പറ്റും, കുറക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഡിസ്കൗണ്ടുകളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് സെക്ഷൻ 15(3) പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 15(1) ട്രാൻസാക്ഷൻ വാല്യൂ എന്നുള്ള ഫസ്റ്റ് സെക്ഷനിലേക്ക് പോകാം. റെസിപ്പിയൻ്റ് സപ്ലയർക്ക് കൊടുത്ത പൈസ ആസ് സച്ച് അല്ലെങ്കിൽ കൊടുക്കുന്ന പൈസ ആസ് സച്ച് നമുക്ക് ട്രാൻസാക്ഷൻ വാല്യൂ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ 2 കണ്ടീഷൻസ് നിർബന്ധമായിട്ടും സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, പ്രൈസ് ഈസ് ദ സോൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്യണം, 10,000 റുപ്പീസിൻ്റെ ഒരു മൊബൈൽ ഫോൺ വാങ്ങുകയാണ്. അപ്പോൾ ഈ 10,000 റുപ്പീസിൻ്റെ മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ ഇയാൾ എന്താ ചെയ്യണത്, 5,000 റുപ്പീസ് വാല്യൂ ഉള്ള ഒരു ഓൾഡ് മൊബൈൽ ഫോൺ എക്സ്ചേഞ്ച് ചെയ്യുകയും പ്ലസ് എക്സ്ട്രാ വാല്യൂ ആയ 5,000 റുപ്പീസ് ക്യാഷ് ആയിട്ട് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക റെസിപ്പിയൻ്റ് സപ്ലയർക്ക് കൊടുക്കുന്ന പൈസ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവർ നമ്മുടെ ട്രാൻസാക്ഷൻ വാല്യൂ നമുക്ക് എത്രയേ ഉള്ളൂ, 5,000 റുപ്പീസേ ഉള്ളൂ. ബാക്കി 5,000 റുപ്പീസിൻ്റെ വാല്യൂ ഉള്ള ഒരു മൊബൈൽ ഫോൺ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇവിടെ ട്രാൻസാക്ഷൻ വാല്യൂ ഇവിടെ സെക്ഷൻ 15(1) ആസ് സച്ച് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്താണ്, ശരിക്കും ഇതിൻ്റെ 10,000 റുപ്പീസിൻ്റെ വാല്യൂ ഉണ്ട്, പക്ഷേ ഇവിടെ ഇയാൾ ട്രാൻസാക്ഷൻ വാല്യൂ എത്ര ഉള്ളൂ, 5,000 റുപ്പീസ് ഉള്ളൂ. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ വാല്യൂ നമുക്ക് വാല്യൂ ഓഫ് സപ്ലൈ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഏത് എടുക്കും എന്നുള്ളൊരു ചോദ്യം നമുക്കുണ്ടാവും. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫൈനൽ ലെവലിൽ നമുക്ക് പഠിക്കാനുള്ള റൂൾസിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇപ്പം മനസ്സിലാക്കുക, പ്രൈസ് ഷാൾ ബി ദ സോൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ക്യാഷ് മാത്രമായിരിക്കണം സോൾ കൺസിഡറേഷൻ. ഇവിടെ ക്യാഷ് മാത്രമാണോ കൺസിഡറേഷൻ? അല്ല, ഇവിടെ ക്യാഷും വന്നിട്ടുണ്ട് പ്ലസ് ഒരു മൊബൈൽ ഫോണും വന്നിട്ടുണ്ട്. അപ്പോൾ വേറെ ടൈപ്പും ഒരു അല്ലെങ്കിൽ എങ്ങനെ പറയാം, കൺസിഡറേഷൻ ഇൻ മണിയുമുണ്ട്, കൺസിഡറേഷൻ നോട്ട് ഇൻ മണിയുമുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ കൺസിഡറേഷൻ ഇൻ മണി മാത്രമാണെങ്കിൽ മാത്രമേ ഈ ട്രാൻസാക്ഷൻ വാല്യൂ എടുക്കാൻ പാടുള്ളൂ. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, സപ്ലയർ ആൻഡ് ദ റെസിപ്പിയൻ ഷാൾ നോട്ട് ബി റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഒരു മകൻ അച്ഛനക്ക് ഇപ്പോൾ ഇതേ നമ്മൾ പറയാം, ഇപ്പോൾ ഈ മൊബൈൽ വാങ്ങുകയാണ് 10,000 റുപ്പീസിൻ്റെ ഒരു മൊബൈൽ ഒരു അച്ഛന് മകൻ്റെ മൊബൈൽ ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 10,000 റുപ്പീസ് എന്നുള്ള വാല്യൂ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഈ മകന് വാങ്ങൂല. ചിലപ്പോൾ ഫുള്ളി ഫ്രീ ആയിട്ടായിരിക്കും കൊടുക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലും റിഡക്ഷനൊക്കെ കൊടുത്തിട്ടായിരിക്കും കൊടുക്കുക. അപ്പോഴും നമുക്ക് ഈ പറയുന്ന ഇവർ തമ്മിൽ നടന്ന ഈ ട്രാൻസാക്ഷനിൽ ഉണ്ടായിട്ടുള്ള ആ എമൗണ്ട് നമുക്ക് ആക്ച്വൽ വാല്യൂ ആയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയും നമ്മൾ ഏത് വാല്യൂ എടുക്കണം എന്ന് ചോദിച്ചാൽ അവിടെ വാല്യുവേഷൻ റൂൾസിലേക്കൊക്കെ നമ്മൾ പോകണം. അവിടെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, അവിടെ മാർക്കറ്റ് വാല്യൂ എടുക്കണം എന്നുള്ള സംഭവങ്ങളൊക്കെ പറയണത്. ഓക്കെ, എനിവേ നമ്മൾ ഫൈനലിൽ പഠിക്കും. അപ്പോൾ സെക്ഷൻ 51, അപ്പോൾ ഇത് എക്സാമിന് അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. എക്സാമിന് കറക്റ്റ് ട്രാൻസാക്ഷൻ വാല്യൂ തന്നെ തരാറുണ്ട്. ഇങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് കേസുകളൊന്നും തന്നിട്ടില്ല ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസിൽ. ഓക്കെ, അപ്പോൾ സെക്ഷൻ 51 നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ട്രാൻസാക്ഷൻ വാല്യൂ നമ്മളെടുക്കും. സെക്ഷൻ 15(2) പറയുന്ന കുറച്ച് അഡീഷൻസ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന സംഭവങ്ങൾ കൂടി ഇതെന്താ സംഭവം, നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈക്ക് ആരാ നോക്കുന്നത്, ഒരു സപ്ലയർ ആണ് നോക്കുന്നത് അല്ലേ. സപ്ലയർ എന്തിനാ വാല്യൂ ഓഫ് സപ്ലൈ കറക്റ്റ് നോക്കുന്നത്, ഈ വാല്യൂ ഓഫ് സപ്ലൈമിലാണ് ഇയാൾ റെസിപ്പിൻ്റെ കയ്യിൽ നിന്ന് GST എമൗണ്ട് കളക്ട് ചെയ്യേണ്ടത് അല്ലേ. സപ്ലയർ ആണല്ലോ റെസിപ്പിൻ്റെ കയ്യിൽ നിന്ന് GST എമൗണ്ട് കളക്ട് ചെയ്തിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 10,000 റുപ്പീസ് വാങ്ങേണ്ട സമയത്ത് അല്ലെങ്കിൽ 10,000 റുപ്പീസ് വാല്യൂ ഓഫ് സപ്ലൈ കാണിക്കേണ്ട സമയത്ത് 5,000 റുപ്പീസ് വാല്യൂ ഓഫ് സപ്ലൈ കാണിച്ചാൽ കളക്ട് ചെയ്യുന്ന GST എമൗണ്ടിലും വ്യത്യാസം വരില്ലേ. അപ്പോൾ അങ്ങനത്തെ മിസ്റ്റേക്കുകൾ വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് വാല്യൂ ഓഫ് സപ്ലൈ കൃത്യമായിട്ട് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാൻ സെക്ഷൻ 15 പ്രൊവിഷന് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 15(2) പറയുന്ന കുറച്ച് അഡീഷൻസ് കൂടിയുണ്ട്. സെക്ഷൻ 15(2) 5 അഡീഷൻസ് പറയുന്നുണ്ട്. ഈ അഡീഷൻസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇതിലേതെങ്കിലുമൊക്കെ ഒരു കേസ് വരുന്നുണ്ടെങ്കിൽ അതും കൂടി സെക്ഷൻ 15(1) നമുക്ക് കിട്ടുന്ന ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തേത്, എനി ടാക്സസ്, ഡ്യൂട്ടീസ്, സെസസ്, ഫീസ് ആൻഡ് ചാർജസ്
levied under any law for the time being in force other than GST. അപ്പോൾ GST അല്ലാത്ത വേറെ ഏത് ടൈപ്പ് ടാക്സ് വന്നിട്ടുണ്ടെങ്കിലും അത് വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ അതുകൂടി വാല്യൂ ആയി കാണിച്ച് അതിൻ്റെ മേലാണ് GST പേ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു ഷോപ്പ് റെൻറ്റിന് കൊടുക്കുന്ന ആൾ, ഓക്കെ, അപ്പോൾ ഈ ഷോപ്പ് റെൻറ്റിന് കൊടുക്കുന്ന ഇപ്പോൾ ഈ ബിൽഡിംഗ് ഓണർ ഒരു 15,000 പെർ മന്തിനാണ് എന്ത് ചെയ്യുന്നത്, ഷോപ്പ് റെൻറ്റിന് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികം ഇപ്പോൾ 18% ആണ് റെൻറ്റിങ്ങിനൊക്കെ GST വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ 18% ആണ് GST കളക്ട് ചെയ്യുക. അപ്പോൾ 15,000 18% എന്ന് പറയുമ്പോൾ 2,700 റുപ്പീസ് വരും. അതാണ് GST കളക്ട് ചെയ്യുക. അപ്പോൾ ടോട്ടൽ എത്ര കളക്ട് ചെയ്യും? 7,700 ആണ് കളക്ട് ചെയ്യുക. പക്ഷേ ഒരു പർട്ടിക്കുലർ മന്തിൽ ഈ പറയുന്ന ഈ ഷോപ്പ് ഓണർ എന്ത് പറയുകയാണ്, ഈ 15,000 മാത്രം പോരാ, അതിന് പുറമെ പ്രോപ്പർട്ടി ടാക്സ് ആയിട്ട് അല്ലെങ്കിൽ ബിൽഡിംഗ് ടാക്സ് ആയിട്ട് ആ മാസം 500 റുപ്പീസ് ഈ ബിൽഡിംഗ് ഓണർ ആർക്ക് പേ ചെയ്തിട്ടുണ്ട്? മുനിസിപ്പാലിറ്റിക്ക് അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്തിന് പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 500 റുപ്പീസും കൂടി ഈ പറയുന്ന റെസിപ്പിയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഇയാൾ വാങ്ങുകയാണ്. അപ്പോൾ ആ മാസത്തിൽ മാത്രം 15,500 റുപ്പീസാണ് ഇയാൾ റെൻ്റായിട്ട് വാങ്ങിയത്. അപ്പോൾ ഈ 500 റുപ്പീസ് വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കാൻ പറ്റുമോ? അപ്പോൾ നേരത്തെ നമ്മൾ 15,000 റുപ്പീസിനാണ് GST കളക്ട് ചെയ്തേണ്ടത്. അപ്പോൾ ഈ മാസം 15,000 മേലാണോ അതോ 15,500 റുപ്പീസിലാണോ GST കളക്ട് ചെയ്യേണ്ടത്, GST കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ അവിടെ നമുക്ക് സെക്ഷൻ 15(2) ക്ലാരിഫിക്കേഷൻ തരുന്നുണ്ട്. എനി ടാക്സസ്, ഡ്യൂട്ടീസ്, സെസ്സസ്, ഫീസ്, ചാർജസ് അതർ ദാൻ GST ആണെന്നുണ്ടെങ്കിൽ വാല്യൂ ഓഫ് സപ്ലൈയിൽ ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 15,000 മേലല്ല 15,500 മേലാണ് ഇയാൾ എന്ത് ചെയ്യേണ്ടത്, GST കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 15,500 ആണ് അവിടെ എന്ത് വരിക, വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് വരിക. ഓക്കെ, രണ്ടാമത്തത് പേയ്മെൻറ്റ്സ് ടു തേർഡ് പാർട്ടീസ്, ദ എമൗണ്ട് വിച്ച് ദ സപ്ലയർ ഈസ് സോ ലയബിൾ ടു പേ ബട്ട് ഇറ്റ് ഹാസ് ബീൻ പെയ്ഡ് ബൈ ദി റെസിപ്പിയൻ്റ് ഓഫ് സപ്ലൈ. എന്ന് പറഞ്ഞാൽ സപ്ലയർ ഒരു ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരാൾ, അയാൾക്ക് ആക്ച്വലി സപ്ലയർ കൊടുക്കേണ്ട പൈസയാണ്, പക്ഷെ ആ പൈസ കൊടുത്തത് ആരാണ്? റെസിപ്പിയൻ്റ് ആണ് കൊടുത്തത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ഒരു മിസ്റ്റർ ആഷിഖ് ആണ് സപ്ലയർ, ഓക്കെ, മിസ്റ്റർ അരുൺ ആണ് റെസിപ്പിയൻ്റ്. ഓക്കെ, അപ്പോൾ ഒരു 10,000 റുപ്പീസിൻ്റെ ഒരു സെയിൽ ആഷിഖ് അരുണിന് കൊടുത്തു. അപ്പോൾ 10,000 റുപ്പീസ് ആർക്ക് കൊടുക്കണം? അരുണ് സപ്ലയർക്ക് കൊടുക്കണം. പക്ഷേ ആഷിഖ് അരുണിനോട് പറയാണ്, എനിക്ക് 8,000 റുപ്പീസ് തന്നാൽ മതി, ബാക്കി 2,000 റുപ്പീസ് ആർക്ക് കൊടുത്താൽ മതി? വേറെ ഒരാളുണ്ട് അർജുൻ, മൂന്നാമതൊരാൾക്ക് അർജുൻ കൊടുത്താൽ മതി. അപ്പോൾ ചിലപ്പോൾ എന്തുണ്ടാവും, ഈ ആഷിഖ് ഈ ഓൾറെഡി അർജുന് 2,000 രൂപ കൊടുക്കാനുണ്ടാവും, അല്ല കടം മേടിച്ചതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇയാൾ അരുണ് 10,000 റുപ്പീസ് സപ്ലയർക്ക് കൊടുക്കുന്നതിന് പകരം 8,000 റുപ്പീസ് സപ്ലയർക്ക് കൊടുക്കുകയും 2,000 റുപ്പീസ് തേർഡ് പാർട്ടി ആയിട്ടുള്ള അർജുന് കൊടുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറയുന്ന ശരിക്കും ഈ 2,000 റുപ്പീസ് ഇവർ തമ്മിൽ നടന്ന ട്രാൻസാക്ഷനിൽ ആഡ് ചെയ്യേണ്ട വാല്യൂ അല്ലേ, അല്ലെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട വാല്യൂ അല്ലേ? അപ്പോൾ അങ്ങനെ വല്ല കേസും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പേയ്മെൻറ്റ് ടു തേർഡ് പാർട്ടി ഈ നമുക്ക് കിട്ടുന്ന ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, മൂന്നാമത്തത് ഇൻസിഡൻ്റൽ ചാർജസ് ഓർ എനി ചാർജസ് ചാർജ്ഡ് ബൈ ദി സപ്ലയർ ടു ദി റെസിപ്പിയൻറ്റ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ സപ്ലൈയുടെ ഭാഗമായിട്ട്, ഈ പെർട്ടിക്കുലർ സപ്ലൈയുടെ ഭാഗമായിട്ട് സപ്ലയർ റെസിപ്പിയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന എന്ത് ചാർജസും, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 10,000 റുപ്പീസിൻ്റെ ഗുഡ്സ് ആണ് ഇയാൾ സപ്ലൈ ചെയ്തത്. അപ്പോൾ ഈ ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ സർവീസും കൂടിയും ഈ സപ്ലയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെസിപ്പിയൻ്റ് എന്തുണ്ട്, ചിലപ്പോൾ റെസിപ്പിയൻ്റെ കയ്യിൽ ചിലപ്പോൾ വണ്ടി ഉണ്ടാവില്ല. അപ്പോൾ സപ്ലയറുടെ വണ്ടിയിൽ തന്നെയാണ് റെസിപ്പിയൻറ്റിൻ്റെ സ്ഥലത്തേക്ക് ഇത് എത്തിച്ചത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ പറയുന്ന സപ്ലൈക്ക് കോസ്റ്റ് ഉണ്ടല്ലോ, ഈ ട്രാൻസ്പോർട്ടേഷന് കോസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ കോസ്റ്റ് ഇയാൾ എന്ത് ചെയ്യും, അത് തിരിച്ചു വാങ്ങും. ഓക്കെ, അപ്പോൾ ഒരു 1,000 റുപ്പീസ് അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആയിട്ട് വാങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻസിഡൻ്റൽ ചാർജസ് ഒക്കെ ഇപ്പോൾ ശരിക്കും 10,000 റുപ്പീസാണ് സെയിൽ വാല്യൂ എന്നുണ്ടെങ്കിലും ഈ പ്ലസ് 1,000 റുപ്പീസും കൂടി കൂട്ടിയിട്ട് 11,000 റുപ്പീസ് അല്ലേ സപ്ലയർക്ക് കിട്ടിയത്. അപ്പോൾ ഈ ടോട്ടൽ 11,000 റുപ്പീസും നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ കാണിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ 10,000 റുപ്പീസ് ട്രാൻസാക്ഷൻ്റെ വാല്യൂവിൽ പ്ലസ് എന്ത് ചെയ്യേണ്ടി വരും, ഈ 1,000 റുപ്പീസും കൂടിയും ആഡ് ചെയ്യണം. അതേപോലെ പാക്കിംഗ് ചാർജസ്, ഡിസൈനിങ് ചാർജസ് എന്നൊക്കെ പറഞ്ഞിട്ട് സപ്ലയർ ചിലപ്പോൾ ഈ പറയുന്ന പെർട്ടിക്കുലർ ഗുഡ്സിൻ്റെ വാല്യൂക്ക് പുറമെ എക്സ്ട്രാ ചാർജ് ചെയ്യും. അങ്ങനെ ചാർജ് ചെയ്യുന്ന വാല്യൂ കൂടി വാല്യൂ ഓഫ് സപ്ലൈയിലേക്ക് ആഡ് ചെയ്യണം.
നാലാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ, പെനാൽറ്റി ഒക്കെ അങ്ങനെയുള്ള ഡിലേഡ് പേയ്മെൻറ്റിനൊക്കെ വരുന്ന ഇൻട്രസ്റ്റും ഫീയും ഒക്കെയാണ്. അപ്പോൾ 10,000 റുപ്പീസാണ് ശരിക്കുള്ള ട്രാൻസാക്ഷൻ വാല്യൂ. പക്ഷേ ഇയാൾ ഡിലേ, നേരത്തെ എക്സാമ്പിളിൽ ഡിലേ വരുത്തിയതുകൊണ്ട് 500 റുപ്പീസും കൂടി എന്തുണ്ടായിട്ടുണ്ട്, എക്സ്ട്രാ ഇയാൾ ഈ സപ്ലയർ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 500 റുപ്പീസും വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് കാണിക്കണം. അപ്പോൾ 10,500 റുപ്പീസാണ് വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് അവിടെ വരിക. അഞ്ചാമത് വരുന്നത് സബ്സിഡീസ് ഡയറക്ട്ലി ലിങ്ക് ടു ദ പ്രൈസ് അതർ ദാൻ സബ്സിഡി ഗിവൺ ബൈ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെൻറ്. ഇത് വളരെ എല്ലാ എക്സാംസിനൊക്കെ ചോദിക്കുന്നതാണ്. വാല്യൂ ഓഫ് സപ്ലൈ ക്വസ്റ്റ്യൻ വരുമ്പോഴൊക്കെ അതിലൊക്കെ ഉണ്ടാകാറുണ്ട് ഈ സംഭവങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കുക. സബ്സിഡി എന്ന് പറയുമ്പോൾ ഒരു സപ്ലയർക്ക് എന്തെങ്കിലും കുറവ്, ഇപ്പോൾ നമ്മൾ സബ്സിഡി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കെന്തോ എന്തെങ്കിലും നമ്മളടക്കുന്ന പൈസ എന്തെങ്കിലും കുറവ് കിട്ടുന്നതാണ്, ആ ഒരു ഇതിലാണ് നമ്മൾ ആലോചിക്കുക. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് സബ്സിഡി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളോടെ പറയാം. ഇപ്പോൾ എ ലിമിറ്റഡ് എന്നുള്ള കമ്പനി ഒരു റൂറൽ ഏരിയയിൽ ബിസിനസ് നടത്തുന്ന ഒരു ബി ലിമിറ്റഡ് എന്നുള്ള ഒരു കമ്പനിക്ക് ഒരു മെഷീനറി വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ പൊതുവെ ഇയാൾ ഈ പറയുന്ന മെഷീനറി 5 lakhs-നാണ് വിൽക്കാറ്. ഓക്കെ, എക്സാമ്പിൾ എഴുതി വെക്കണേ. പൊതുവെ എ ലിമിറ്റഡ് ഈ സാധാരണ ഇവരുടെ കസ്റ്റമേഴ്സിന് 5 lakhs-നാണ് വിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ബി ലിമിറ്റഡ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? റൂറൽ ഏരിയാസിലാണ്. അപ്പോൾ ഗവൺമെൻറ് ഒരു ഓർഡർ ഇറക്കുകയാണ്, ഇങ്ങനെ ഈ റൂറൽ ഏരിയാസിൽ ഫങ്ഷൻ ചെയ്യുന്ന കമ്പനികൾക്ക് ഈ പർട്ടിക്കുലർ മെഷീനറി ആരെങ്കിലും സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് 5 lakhs റുപ്പീസ് വാങ്ങാൻ പാടില്ല, 4 lakhs റുപ്പീസേ വാങ്ങാൻ പാടുള്ളൂ. ബാക്കി 1 lakh എന്നുള്ളത് ഗവൺമെൻറ് തരും. അപ്പോൾ റൂറൽ ഏരിയാസിനൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ചെയ്യുന്നതാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ എ ലിമിറ്റഡിന് കിട്ടാനുള്ള 5 lakhs കിട്ടും. അത് 4 lakhs ആണ് ബി ലിമിറ്റഡ് കൊടുക്കുക, ബാക്കി 1 lakh ആര് കൊടുക്കും? ഗവൺമെൻറ് കൊടുക്കും. ഇങ്ങനെ ഗവൺമെൻറ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു ഗ്രാൻഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, ഗവൺമെൻറ് ഗ്രാൻഡ്സ് എന്നൊക്കെ പറയുന്നതാണിത്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന പൈസയാണ് നമ്മളിവിടെ സബ്സിഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സബ്സിഡി ഡയറക്ട്ലി ലിങ്ക് ടു ദ പ്രൈസ് എന്ന് പറയുന്നത് അതിനെയാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സബ്സിഡികൾ ഈ വാല്യൂ ഓഫ് സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഇങ്ങനെ കിട്ടുന്ന സബ്സിഡി അതർ ദാൻ ഗിവൺ ബൈ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലാത്ത ആരെങ്കിലും സബ്സിഡി കൊടുത്താൽ അത് വാല്യൂ ഓഫ് സപ്ലൈയിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ ഞാൻ പറഞ്ഞു ഗവൺമെൻറ് ആണ് സബ്സിഡി കൊടുത്തത്, അങ്ങനെയാണെങ്കിൽ അവിടെ വാല്യൂ ഓഫ് സപ്ലൈയിൽ ഈ സബ്സിഡി ഇൻക്ലൂഡ് ചെയ്യേണ്ട. അപ്പോൾ ഇവിടെ 4 lakhs എടുത്താൽ മതി. നേരെ മറിച്ച് ഈ പറയുന്ന 1 lakh സബ്സിഡി കൊടുത്തത് ഗവൺമെൻറ് അല്ല, ഏതെങ്കിലും പ്രൈവറ്റ് NGOകളോ അങ്ങനെയുള്ള വേറെ ആരെങ്കിലും കാണുകയെന്നുണ്ടെങ്കിൽ അത് വാല്യൂ ഓഫ് സപ്ലൈയിൽ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ 4 lakh + 1 lakh കൂടി വാല്യൂ ഓഫ് സപ്ലൈയിൽ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് 5 കേസുകൾ. നെക്സ്റ്റ് സെക്ഷൻ 15(3) പറയുന്ന ഡിഡക്ഷൻസ്. ഈ പറയുന്ന ട്രാൻസാക്ഷൻ വാല്യൂ നിന്ന് എന്തൊക്കെയാണ് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവം ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ഡിസ്കൗണ്ട് 2 രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് ഡിഡക്റ്റ് ചെയ്യാൻ ആദ്യത്തെ കണ്ടീഷൻ പറയുന്നുണ്ട്, ഡിസ്കൗണ്ട് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, ഡിസ്കൗണ്ട് ഈസ് ഗിവൺ ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ. ആ സപ്ലൈ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് മുന്നേ ആയിട്ടോ ഈ ഡിസ്കൗണ്ട് ഉണ്ട് എന്നുള്ള കാര്യം ഓൾറെഡി ഇവർ തമ്മിൽ ധാരണ ആയിട്ടുണ്ടാവും എന്ന് മാത്രമല്ല ഈസ് റെക്കോർഡ് ഇൻ ദ ഇൻവോയ്സ്. ആ ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് എമൗണ്ട് ഒക്കെ ഇൻവോയ്സിൽ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ഷോപ്പിലൊക്കെ പോയിട്ട് ഇപ്പോൾ ഡിസ്കൗണ്ട് മേളക്കുള്ള സമയത്ത് നമ്മൾ പോയിട്ട് സാധനങ്ങൾ എടുത്താൽ ഇൻവോയ്സ് നോക്കിയാൽ നമുക്ക് അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും. അതായത് ഇത്ര വാല്യൂ ഇത്ര, ഡിസ്കൗണ്ട് ഇത്ര, അപ്പോൾ നെറ്റ് വാല്യൂ ഇത്ര, അങ്ങനെയുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഡിസ്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം പോയിട്ട് വാങ്ങുന്നത് അല്ലേ. അപ്പോൾ ദ ഡിസ്കൗണ്ട് ഈസ് ഗിവൺ ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ ആണല്ലോ, സപ്ലൈ നടക്കുന്ന സമയത്തെങ്കിലും ആണല്ലോ ഈ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുള്ളത് എന്ന് മാത്രമല്ല അത് ഇൻവോയ്സിൽ കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻവോയ്സിൽ രേഖപ്പെടുത്തിയിട്ടൊക്കെ ഉള്ള ഡിസ്കൗണ്ടുകളാണ് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസാക്ഷൻ വാല്യൂ നിന്ന് കുറക്കാൻ പറ്റും. നേരെ മറിച്ച് ഇങ്ങനെയുള്ള ഈ കണ്ടീഷൻസ് പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ ക്രെഡിറ്റിൽ എമൗണ്ട് എടുത്തു, ക്രെഡിറ്റിൽ ഗുഡ്സ് വാങ്ങി. ഓക്കെ, ക്രെഡിറ്റിൽ ഗുഡ്സ് വാങ്ങി. അപ്പോൾ 10,000 റുപ്പീസിനാണ് ഇയാൾ കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ 2 മാസമാണ് ആകെ ക്രെഡിറ്റ് പീരീഡ്. 1 മാസം കഴിഞ്ഞപ്പോൾ ഇയാൾ പറയുന്നത് 10,000 റുപ്പീസ് എൻ്റെ അടുത്തില്ല. ഇയാൾ വന്നിട്ട് കാല് പിടിച്ച് പൈസ കുറച്ച് തരുമോ എന്ന് വെച്ചാൽ അവസാനം അലിവ് തോന്നിയിട്ട് സപ്ലയർ എന്ത് ചെയ്തു, എന്നാൽ ഓക്കെ ഒരു 500 രൂപ കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ട് 500 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ 10,000 റുപ്പീസ്
വാങ്ങിക്കുന്നതിന് പകരം 9,500 റുപ്പീസ് വാങ്ങിച്ചിട്ട് ഇയാൾ എന്ത് ചെയ്യും, ആ ഡീൽ അവിടെ ക്ലോസ് ആക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന ഈ 500 റുപ്പീസ് സപ്ലൈ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള ഡിസ്കൗണ്ട് ആണോ? അല്ല. എന്ന് മാത്രമല്ല ഇൻവോയ്സിൽ കാണിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇൻവോയ്സിൽ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയുള്ള ഡിസ്കൗണ്ടുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇയാൾക്ക് വാല്യൂ ഓഫ് സപ്ലൈ നിന്ന് കുറക്കാൻ പറ്റില്ല. ഓക്കെ. പക്ഷേ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുള്ളത് സപ്ലൈ നടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻവോയ്സിലൊന്നും കാണിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ സപ്ലൈ നടക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ഡിസ്കൗണ്ടിനുള്ള സാധ്യതകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ ഡിസ്കൗണ്ട് ഉണ്ടായിട്ടുള്ളത് ഇവർ തമ്മിലുള്ള മുന്നേ ഉള്ള ഒരു ധാരണയുടെ പുറത്തായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയുകയാണ്, ഇതേ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. 10,000 റുപ്പീസ് ആണ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്, 2 മന്താണ് ക്രെഡിറ്റ് പീരീഡ്. അപ്പോൾ സപ്ലയർ പറയാണ് 2 മന്ത് നിങ്ങൾക്ക് ക്രെഡിറ്റ് പീരീഡ് ഉണ്ട്, പക്ഷെ നിങ്ങൾ വിത്തിൻ 15 ഡേയ്സ് നിങ്ങൾ പേയ്മെൻറ്റ് തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു 5% ഡിസ്കൗണ്ട് തരാം എന്ന് പറയാണ്. ഓക്കെ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, സപ്ലൈ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഡിസ്കൗണ്ട് ഉണ്ടായിട്ടില്ല. ഓക്കെ. ഇൻവോയ്സിൽ കാണിച്ചിട്ടില്ല, പക്ഷെ സപ്ലയർ തരികയാണ് 2 മന്ത് ക്രെഡിറ്റ് പീരീഡ് ഉണ്ട്, പക്ഷേ 15 ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ പേയ്മെൻറ്റ് തരികയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നിങ്ങൾക്ക് ഒരു 5% ഡിസ്കൗണ്ട് തരാം. അപ്പോൾ ഇയാൾക്ക് പേയ്മെൻറ്റ് വേഗം കിട്ടാൻ വേണ്ടിയിട്ട് സപ്ലയർ ചെയ്യുന്നൊരു ട്രിക്കാണ്. അപ്പോൾ 15 ഡേയ്സിൻ്റെ അപ്പോൾ ഇത് ഇയാൾക്ക് ഇൻവോയ്സിൽ കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഇയാൾ 15 ഡേയ്സിനുള്ളിൽ പേയ്മെൻറ്റ് തരുമോ ഇല്ല എന്നുള്ളത് അറിയില്ല, ഉറപ്പാക്കാൻ പറ്റില്ല. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഈ പറഞ്ഞ റെസിപ്പിയൻറ്റ് വിത്തിൻ 15 ഡേയ്സ് പേയ്മെൻറ്റ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 5% ഡിസ്കൗണ്ട് അയാൾക്ക് കൊടുക്കണമല്ലോ, കൊടുക്കണം. അങ്ങനെയുള്ള ഡിസ്കൗണ്ടുകളാണെന്നുണ്ടെങ്കിൽ വാല്യൂ ഓഫ് സപ്ലൈയിൽ നിന്ന് ലെസ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ 3 രീതിയിൽ നമ്മൾ ഡിസ്കൗണ്ടിനെ പറഞ്ഞു. ഒന്ന്, സപ്ലൈ നടക്കുന്ന സമയത്തോ അതിന് മുന്നെയോ കൊടുത്തിട്ടുള്ള ഡിസ്കൗണ്ട് ആയിരിക്കണം, പ്ലസ് അത് ഇൻവോയ്സിൽ കാണിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടും. രണ്ടാമത് ഡിസ്കൗണ്ട് കിട്ടുന്നത് പറഞ്ഞത് ഏതാണ്, ഇനിയിപ്പോൾ സപ്ലൈയുടെ സമയത്ത് കൊടുത്തിട്ടില്ല, ഇൻവോയ്സിൽ കാണിച്ചിട്ടില്ല, പക്ഷേ ഇങ്ങനൊരു ഡിസ്കൗണ്ട് ഉണ്ടായത് സപ്ലൈയുടെ സമയത്ത് സപ്ലയറും റെസിപ്പിനും തമ്മിൽ ഉണ്ടായിട്ടുള്ള ഒരു ധാരണയുടെ പുറത്താണ്, ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്താണ്. ഓക്കെ. ബട്ട് എഗ്രീഡ് അപ്പോൺ ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ ആൻഡ് ക്യാൻ ബി സ്പെസിഫിക്കലി ലിങ്ക് ടു റിലവൻറ്റ് ഇൻവോയ്സ് എന്നുള്ളതാണ് ആക്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ ഒരു സംഭവം പറഞ്ഞത് ഇത് രണ്ടും അല്ലാത്ത കേസുകൾ, അതായത് ഇത് രണ്ടും അല്ലാത്ത കേസുകളാണെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് കുറക്കാൻ പറ്റില്ല. ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് റീസെൻ്റ്ലി ഇറക്കിയ ഒരു ക്ലാരിഫിക്കേഷനുള്ള ഒരു 3 ഡിസ്കൗണ്ടുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് കിട്ടുമോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാഗേർഡ് ഡിസ്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ ടെക്സ്റ്റൈൽസിലൊക്കെ പോയാൽ കാണും, 5,000 റുപ്പീസിന് വാങ്ങിയാൽ 10% ഡിസ്കൗണ്ട്, 6,000 റുപ്പീസിന് വാങ്ങിയാൽ 20% ഡിസ്കൗണ്ട്, ഇങ്ങനെയുള്ള രീതിയിലുള്ള ഡിസ്കൗണ്ട്. അപ്പോൾ ഈ ഡിസ്കൗണ്ടുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസാക്ഷൻ വാല്യൂ നിന്ന് കുറക്കാൻ പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. അതായത് സച്ച് ഡിസ്കൗണ്ട്സ് ആർ എക്സ്ക്ലൂഡ് എന്ന് പറഞ്ഞാൽ ഈ വാല്യൂവിൽ ഇത് കാണിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ടൈപ്പ് പീരിയോഡിക് ഓർ ഇയർ എൻഡ് ഡിസ്കൗണ്ട്സ് ആണ്. അതായത് പറഞ്ഞാൽ ഇപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരു കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം എന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് സാധനങ്ങൾ എടുക്കുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഞാനൊരു ബിസിനസ് നടത്തുകയാണ്, അപ്പോൾ എനിക്കുള്ള പ്രോഡക്റ്റ്സ് ഞാൻ സ്ഥിരമായിട്ട് ഒരാളുടെ കയ്യിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ അയാൾ പറയണത് ഒരു വർഷത്തിൽ നിങ്ങൾ ഈ ഒരു 1 ടണ്ണ് സാധനങ്ങൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ 1% ഡിസ്കൗണ്ട് തരാം. അതേപോലെ അതേപോലെ തന്നെ ഒരു വർഷത്തിൽ 2 ടണ്ണ് സാധനങ്ങൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ 2% ഡിസ്കൗണ്ട് വരാം. അങ്ങനെയുള്ള ഡിസ്കൗണ്ടുകൾ. അപ്പോൾ അതാണെങ്കിലും ഈ ഡിസ്കൗണ്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂ എന്നൊക്കെ കുറക്കാൻ പറ്റും. ഇത് കാരണം എന്താണ്, ഇതൊക്കെ നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഈ സപ്ലയറും റെസിപ്പിയൻറ്റും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് ഇങ്ങനത്തെ ഒരു ഡിസ്കൗണ്ട് ഉണ്ടാകുന്നത്. മൂന്നാമത്തേത് സെക്കൻഡറി ഡിസ്കൗണ്ട്സ് ലെസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സെക്കൻഡറി ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ഒരു 10 റുപ്പീസ് $10 പെർ യൂണിറ്റ് വെച്ചിട്ട് ഒരു സാധനം വിറ്റു. അതായത് 10,000 യൂണിറ്റ്സ് വിറ്റു. 10,000 റുപ്പീസ് 10 യൂണിറ്റ്സ് 10 റുപ്പീസ് പെർ യൂണിറ്റ് ആയിട്ട് വിറ്റു. എന്ന് പറഞ്ഞാൽ 1 ലാഖിൻ്റെ സാധനമാണ് വിറ്റത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2 മന്ത്സ് ക്രെഡിറ്റ് പീരീഡ് ഒക്കെ കൊടുത്തു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇയാൾ ഈ സാധനത്തിൻ്റെ വാല്യൂ കുറച്ചു. അതായത് 9 രൂപയാക്കി. 10 രൂപ എന്നുള്ളത് 9 രൂപയാക്കി. ഓക്കെ. അപ്പോൾ ഇനി ഈ പറയുന്ന ഇപ്പോൾ ആദ്യം നടന്ന സെയിൽ ഉണ്ടല്ലോ, 10 രൂപക്കാണല്ലോ സെയിൽ നടന്നത്. അപ്പോൾ ഇയാൾ ഈ പറഞ്ഞ ആളെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങളിനി 10 രൂപ വെച്ചിട്ട് തരണ്ട, ഏതായാലും പേയ്മെൻറ്റ് തന്നിട്ടില്ലല്ലോ, അപ്പോൾ 10 രൂപ വെച്ച് തരണ്ട, 9 രൂപ വെച്ച് തന്നാൽ മതി
എന്നുള്ള കാര്യം അയാളെ വിളിച്ചറിയിക്കുകയാണ്. അപ്പോൾ ഈ കേസുകളിൽ ഈ പറയുന്ന ഇതാണ് സെക്കൻഡറി ഡിസ്കൗണ്ട്. ഈ സെക്കൻഡറി ഡിസ്കൗണ്ട് നമുക്ക് വാല്യൂ ഓഫ് സപ്ലൈ കുറക്കാൻ പറ്റില്ല. കാരണം സപ്ലൈ നടക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് യാതൊരു അറിവില്ല. എന്നാൽ സപ്ലൈ നടന്നതിനൊക്കെ ശേഷമാണ് ഈ ടൈപ്പ് ഡിസ്കൗണ്ട് ഉണ്ടായത്. അപ്പോൾ അത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് ചിലപ്പോൾ MCQയിലൊക്കെ ചോദിച്ചേക്കാം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇത് CA ഫൈനലിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. വളരെ ബേസിക് ക്വസ്റ്റ്യനാണ്. CA GST വന്നതിന് ശേഷമുള്ള ആദ്യത്തെ അറ്റംപ്റ്റിൽ CA ഫൈനലിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, വായു ലിമിറ്റഡ് പ്രൊവൈഡ്സ് എ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് റിഗാർഡിംഗ് ഗുഡ്സ് സപ്ലൈഡ് ബൈ ടു അഗ്നി ലിമിറ്റഡ്. ലിസ്റ്റ് പ്രൈസ് ഓഫ് ഗുഡ്സ് എക്സ്ക്ലൂസീവ് ഓഫ് ടാക്സസ് ആൻഡ് ഡിസ്കൗണ്ട് 76,000, സ്പെഷ്യൽ പാക്കിംഗ് charges 5,000, duty levied by local authority for sale of such goods 4,000, CGST and SGST 14,500, subsidy received from a NGO. The price of 76,000 is given after considering the subsidy 5,000. അപ്പോൾ ആഫ്റ്റർ കൺസിഡറിങ് ദ സബ്സിഡി എന്ന് പറഞ്ഞാൽ 76,000 എന്നുള്ളത് സബ്സിഡി കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ്. അതായത് ഇപ്പോൾ ശരിക്കും 81,000 ആയിരുന്നു എമൗണ്ട്, പക്ഷേ സബ്സിഡി 5,000 കുറച്ചിട്ടാണ് 76,000 ആയത്. വായു ലിമിറ്റഡ് ഓഫേഴ്സ് എ 3% ഡിസ്കൗണ്ട് ഓഫ് ദി ലിസ്റ്റ് പ്രൈസ് ഓഫ് ദി ഗുഡ്സ് വിച്ച് ഈസ് റെക്കോർഡ് ഇൻ ദ ഇൻവോയ്സ് ഫോർ ദി ഗുഡ്സ്. അപ്പോൾ ഒരു 3% ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്, അത് ഇൻവോയ്സിൽ കാണിച്ചിട്ടുണ്ട്. ഡിറ്റർമൈൻ വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈസ്. അപ്പോൾ ഇതെങ്ങനെയാണ് ആൻസർ ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്ത് വെക്കുക, അതിനുശേഷം ആൻസർ നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ആൻസർ വരുന്നത്? ലിസ്റ്റ് പ്രൈസ് ഓഫ് ഗുഡ്സ്, അതായത് ട്രാൻസാക്ഷൻ വാല്യൂ, പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുക എന്ത്, ദിസ് ഈസ് ദ പ്രൈസ് ഈസ് ദ സോൾ കൺസിഡറേഷൻ ആൻഡ് സപ്ലയർ ആൻഡ് റെസിപ്പിയൻറ്റ് ആർ നോട്ട് റിലേറ്റഡ്. അപ്പോൾ 76,051 നമ്മൾ ട്രാൻസാക്ഷൻ വാല്യൂ എടുക്കും. ഇനി സെക്ഷൻ 15(2) അഡീഷൻസ് നോക്കണം. അപ്പോൾ സ്പെഷ്യൽ പാക്കിംഗ് ചാർജസ് ഏതാണ്, ഇൻസിഡൻ്റൽ ചാർജസ് ആണ്, നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ 5,000 ആഡ് ചെയ്യും. ഡ്യൂട്ടി ലെവിഡ് ബൈ ലോക്കൽ അതോറിറ്റിയാണ്. അപ്പോൾ എനി ടാക്സസ് അതർ ദാൻ GST എന്താണ് ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ 4,000 ആഡ് ചെയ്യണം. CGST ആൻഡ് SGST അതെടുക്കണോ, വേണ്ട. എനി ടാക്സസ് അതർ ദാൻ GST ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ GST എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 14,400 ആഡ് ചെയ്യേണ്ട. സബ്സിഡി റിസീവ്ഡ് ഫ്രം എ NGO. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു 76,000 എന്നുള്ളത് സബ്സിഡി കിട്ടിയ എമൗണ്ട് കുറച്ചിട്ടാണ് അല്ലേ. അപ്പോൾ എന്താണ് ഫിഫ്ത്ത് പോയിന്റ് എന്താ പറഞ്ഞത്, എനി സബ്സിഡി അതർ ദാൻ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഒക്കെ ആഡ് ചെയ്യണം എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ ഈ പറയുന്ന സബ്സിഡി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ വാല്യൂ ട്രാൻസാക്ഷൻ വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട 5,000 ആണ്. അപ്പോൾ അതും ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 90,000 കിട്ടും. ഇനി ഡിസ്കൗണ്ട് ഇല്ലേ, ഡിസ്കൗണ്ട് എത്രയാണ്, 3% ആണ്. 3% ഓൺ ലിസ്റ്റ് പ്രൈസ് ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 90,000 അല്ല 3% ഡിസ്കൗണ്ട് വരുന്നത്. 3% ഡിസ്കൗണ്ട് ഓൺ ലിസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ അത് എത്ര വരും, 2,280. അപ്പോൾ 90,000 നിന്ന് 2,280 കുറച്ചാൽ 87,720 കിട്ടും. അതാണ് വാല്യൂ ഓഫ് സപ്ലൈ. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സാധാരണ വാല്യൂ ഓഫ് സപ്ലൈ എന്നൊക്കെ വരാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വാല്യൂ ഓഫ് സപ്ലൈ ഉള്ളത്. ഇനി നമുക്ക് ടൈം ഓഫ് സപ്ലൈ എന്നും വാല്യൂ ഓഫ് സപ്ലൈ എന്നും എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടൈം ഓഫ് സപ്ലൈ ആണ്. ആദ്യത്തെ അറ്റംപ്റ്റ്, അതായത് May 18 അറ്റംപ്റ്റ് ടൈം ഓഫ് സപ്ലൈ ഉണ്ടായിരുന്നു. വളരെ ബേസിക് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതേപോലെ തന്നെ വാല്യൂ ഓഫ് സപ്ലൈ എന്നും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും നമ്മൾ ഇതിലെടുത്തിട്ടില്ല. ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ആകെ ടൈം ഓഫ് സപ്ലൈയിൽ ഒരു ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. അത് ഈ ലാസ്റ്റ് അറ്റംപ്റ്റിലാണ്, തൊട്ട് മുന്നത്തെ അറ്റംപ്റ്റിലാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക. നോ ആൻഡ് ഗ്രോ പബ്ലിഷേഴ്സ് എ രജിസ്റ്റേർഡ് ഡീലർ ഇൻ ഇന്ത്യ പെയ്ഡ് ആൻ അഡ്വാൻസ് ഓഫ് ₹50,000 ടു മിസ്റ്റർ ഗാനത്ര, an author for the copyright covered under section 13(1)(a) of the Copyright Act of his original literary work on 5/9/2018. It made the balance payment of 1,50,000 on 12/12/2018. You are required to determine the time of supply if Mr. Ganatha raised the invoice on 6/10/2018. Second case 17/12/2018. അപ്പോൾ ഇത് പറയുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട് ടൈം ഓഫ് സപ്ലൈയിൽ. അതായത് ഇപ്പോൾ പാർട്ട് പേയ്മെൻ്റ് ആണ് നടക്കണമെന്നുണ്ടെങ്കിൽ ഓരോ പാർട്ട് പേയ്മെൻറ്റിനും ടൈം ഓഫ് സപ്ലൈ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നോക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ സർവീസസ് ആണ്. ഓക്കെ, അപ്പോൾ സർവീസസ് കൊടുത്തു,
1 ലാക്കിൻ്റെ സർവീസാണ് കൊടുത്തത്. അപ്പോൾ ആദ്യത്തെ പേയ്മെൻറ്റ് 50,000 ആണ് കൊടുത്തത്. പിന്നെ ഒരു 2 മാസം അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത 50,000 കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് 1 Jan 2020 ആണ്. ക്ലിയർ? ആദ്യത്തെ 50,000 കൊടുത്തത് 25th December 2019 ആണ്. രണ്ടാമത്തെ 50,000 കൊടുത്തത് 30th January 2020 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈം ഓഫ് സപ്ലൈ നോക്കുന്ന സമയത്ത് 50,000-നും 50,000-നും വേറെ വേറെ ആയിട്ട് തന്നെ ടൈം ഓഫ് സപ്ലൈ നോക്കണം. അപ്പോൾ ആദ്യത്തെ 50,000-നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ടൈം ഓഫ് സപ്ലൈ ഏതാണ്? നമ്മൾ ഇത് സർവീസസ് ആണ്. സർവീസസ് ആകുമ്പോൾ ടൈം ഓഫ് സപ്ലൈ എന്താണ്? ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഓർ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് വിച്ച് എവർ ഈസ് ഏർലിയർ ആണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ 50,000-ന് ഡേറ്റ് ഓഫ് ഇൻവോയ്സ് എന്നുള്ളത് 1/1/2020 ആണ്. ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് എന്നുള്ളത് 25/12/2019 ആണ് അല്ലേ. അപ്പോൾ ഇതിൽ ഏർലിയർ ഏതാ? 25/12/2019. അപ്പോൾ അതാണ് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് വരിക. ഓക്കെ, ഇനി രണ്ടാമത്തെ 50,000-നെ സംബന്ധിച്ചിടത്തോളം ഡേറ്റ് ഓഫ് ഇൻവോയ്സ് സെയിം ആണ്, 1/1/2020 ആണ്. ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് എന്നാ 30/1/2020 ആണ്. അപ്പോൾ ഇതിൽ ഏർലിയർ ആയിട്ട് വരുന്നത് ഏതാ? 1/1/2020 ആണ്. അതാണ് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഒരു ഓർഡർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓർഡറൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റിവേഴ്സ് ചാർജിൽ പഠിച്ചിട്ടുണ്ടാകും. ഇത് റിവേഴ്സ് ചാർജിൽ വരുന്ന ഒരു കേസാണ്. അപ്പോൾ സർവീസസ് റിവേഴ്സ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഡേറ്റ്സ് ആണ് വരിക. ഒന്ന് ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്, അതേപോലെ 61st day ഫ്രം ഡേറ്റ് ഓഫ് ഇൻവോയ്സ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസ് നമുക്ക് എടുക്കാം. ആദ്യത്തെ കേസിൽ അതായത് 50,000-ൻ്റെ കേസ് എടുക്കാം. ഓക്കെ, 50,000-ൻ്റെ കേസിന് 2 ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം. ഫസ്റ്റ് ഡേറ്റ് അതായത് ഇൻവോയ്സ് തന്നിട്ടുള്ളത് 6/10/2018 ആണ്. ആ കേസ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇൻവോയ്സ് ഡേറ്റ് 6/10/2018 ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റത്തെ പേയ്മെൻറ്റ് 50,000-നെ സംബന്ധിച്ചിടത്തോളം പേയ്മെൻറ്റ് നടന്നതെന്നാ 5/9/2018 ആണ്. ഓക്കെ, അപ്പോൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് എന്നാണ് 6/10/2018 ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏതാണ് വിച്ച് എവർ ഈസ് ഏർലിയർ എന്നുള്ളതല്ലേ നോക്കുക. അപ്പോൾ ആദ്യം നമ്മൾ 61st day ഫ്രം ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഏതാണെന്നുള്ളത് കാണണം. അപ്പോൾ 6/10/2018 ആണ് ഡേറ്റ് ഓഫ് ഇൻവോയ്സ്. അവിടുന്ന് 61st day എന്ന് പറയുമ്പോൾ ഏതാണ്? ഒക്ടോബറിൽ ഇനി ബാക്കി 25 ദിവസം, നവംബറിൽ 30 days, പിന്നെ ഒരു 6 days കൂടി വേണം. എന്ന് പറഞ്ഞാൽ December 6th ആണ് ഈ പറയുന്ന 61st day. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ 50,000-ന് നമുക്ക് 2 ഡേറ്റ്സ് കിട്ടി. ഒന്ന് 5/9/18-നും രണ്ടാമത്തത് 6/12/18-നും. അപ്പോൾ ഒബ്വിയസ്ലി 5/9/18 ആണ് അവിടെ ടൈം ഓഫ് സപ്ലൈ ആയിട്ട് വരിക. ഇനി ബാക്കിയുള്ള ബാലൻസ് 1,50,000-ന് എന്നാണ് പിന്നെ പേയ്മെൻറ്റ് വരുന്നത്? എന്നാണ് പേയ്മെൻറ്റ് വരുന്നത് ക്വസ്റ്റ്യനിൽ പേയ്മെൻറ്റ് വരുന്നത് 12 ആണ്. 12th December ആണ്. 12/12/2018 ആണ്. അപ്പോൾ അവിടെ 61st day 6/12/2018 ആണ് അല്ലേ. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചാണ്. അപ്പോൾ അതിൽ ഏർലിയർ വരുന്നതാണ് ഏതാണ്? 6/12/2018 എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ ആദ്യത്തെ 50,000-ന് ടൈം ഓഫ് സപ്ലൈ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് തന്നെയാണ്, അതായത് 5/9/18 ആണ്. പക്ഷേ രണ്ടാമത്തെ 1,50,000-ന് ടൈം ഓഫ് സപ്ലൈ വന്നത് 61st day ഫ്രം ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ആണ്, അതായത് 12/12/2018 ആണ്. ഇനി കേസ് 2 എടുക്കാം. കേസ് 2-ൽ ഇൻവോയ്സ് ഡേറ്റ് 17/12/2018 ആണ്. അപ്പോൾ അവിടുന്ന് 61st day നമ്മൾ കാണണം. 61st day എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഡിസംബറിൽ ഇനി ബാക്കി 14 days ഉണ്ട്, ജാനുവരിയിൽ 31 days ഉണ്ട്, അങ്ങനെ 45 days ആയി. ബാക്കി 15 days 16. അപ്പോൾ 16th February ആണ് നമുക്ക് എന്ത് വരിക? 61st day ഫ്രം ഡേറ്റ് ഓഫ് ഇൻവോയ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ വീണ്ടും ആദ്യത്തെ 50,000-ന് എടുക്കുക. 50,000 ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് 5/9/18 ആണ്. 61st day ഫ്രം ഡേറ്റ് ഓഫ് ഇൻവോയ്സ് 16th February 2019 ആണ്.
അപ്പോൾ ആദ്യം ഏതാണ് ഏർലിയർ വരിക? 5/9/2018 ആണ് ഏർലിയർ വരുന്നത്. നെക്സ്റ്റ് 1,50,000 സംബന്ധിച്ചിടത്തോളം ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് വരുന്നത് 12/12/2018 ആണ്. 61st ഡേ ഫ്രം ഡേറ്റ് ഓഫ് ഇൻവോയ്സ് 16/2/2019 ആണ്. ഈ കേസിലും ആദ്യം ഏതാണ് വരുന്നത്? ഡേറ്റ് ഓഫ് പേയ്മെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 12/12/2018 ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാല്യൂ ഓഫ് സപ്ലൈയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കാം. ലിസ്റ്റ് പ്രൈസ് ഓഫ് ദി ഗുഡ്സ് എക്സ്ക്ലൂസീവ് ഓഫ് ഐറ്റംസ് ഗിവൺ ബിലോ എന്ന് പറഞ്ഞാൽ താഴെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും ഇതിൽ വരുത്തിയിട്ടില്ല. അങ്ങനെയുള്ള എമൗണ്ടാണ് 3,30,000. സെക്കൻഡ് വൺ സ്വച്ഛ് ഭാരത് സെസ് 12,500. പാക്കിംഗ് എക്സ്പെൻസസ് 10,800. ഡിസ്കൗണ്ട് ഓഫ് 1%. അപ്പോൾ ഡിസ്കൗണ്ട് ഒന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ലെസ് ചെയ്യണം. സബ്സിഡി റിസീവ്ഡ് ഫ്രം സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ എൻകറേജിങ് വുമൻ എൻ്റർപ്രീനേഴ്സ് 5,000. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഐറ്റംസ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. താഴെ പറയുന്ന ഒരു ഐറ്റംസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ സബ്സിഡി ഈ 3,030 നിന്ന് കുറച്ചിട്ടില്ല എന്നാണ്, അല്ലേ? കുറച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ 5,000 സബ്സിഡി 3,030 അപ്പോൾ ശരിക്ക് ഇവിടെ റെസിപ്പിൻ്റെ കയ്യിൽ നിന്ന് 3,25,000 വാങ്ങിയിട്ടുള്ളൂ, അല്ലേ, ലിസ്റ്റ് പ്രൈസ് ആയിട്ട്. ബാക്കി 5,000 ആര് കൊടുത്തതാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുത്തതാണ്. പക്ഷേ ആ എമൗണ്ടും കൂടി കൂട്ടിയിട്ടാണ് 3,30,000 കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സബ്സിഡി അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സബ്സിഡി അതിൽ നിന്ന് കുറച്ചിട്ടില്ല എന്നാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം. അപ്പോൾ ഏതൊക്കെ നമ്മളിവിടെ ആഡ് ചെയ്യണം അത് പറയൂ. ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്? 3,30,000 നിന്ന് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഈ 5,000 എന്നുള്ളത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിന്ന് കിട്ടിയ സബ്സിഡിയാണ്. അപ്പോൾ നമ്മളത് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സബ്സിഡീസ് ഫ്രം അതർ ദാൻ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് നമ്മൾ എടുക്കേണ്ടത്, വാല്യൂ ഓഫ് സപ്ലൈയിൽ എടുക്കേണ്ടത്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ സബ്സിഡി നമ്മൾ എടുക്കാൻ പാടില്ല. പക്ഷേ 3,30,000 സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ സബ്സിഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറക്കണം. ആ 5,000 നമ്മൾ 3,30,000 നിന്ന് കുറക്കണം. സ്വച്ഛ് ഭാരത് സെസ് നമ്മൾ ആഡ് ചെയ്യണം. എനി ടാക്സസ് സെസസ് അതർ ദാൻ GST ആണ്, അത് ആഡ് ചെയ്യണം. പാക്കിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്യണം. പിന്നെ ഡിസ്കൗണ്ട് ഓഫ് 1% ലെസ് ചെയ്യണം. 1% ഓൺ ഏതാണ്? ലിസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ 3,300 rupees നമ്മൾ ആഡ് ചെയ്യണം. അങ്ങനെ ടോട്ടൽ വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ 3,45,000 കിട്ടും. GST കൂടി കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ജസ്റ്റ് 3,45,000 into 9% CGST, 9% SGST നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടും. ഇവിടെ നമ്മൾ പ്രസൻറ്റേഷൻ വൈസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, എല്ലാ പ്രൊവിഷൻസും നമ്മൾ കൃത്യമായിട്ട് പറയണം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ നെറ്റ് വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈയും ഗ്രോസ് GSTയും കൂടി അതുകൂടി കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറായി. പക്ഷേ ഈ ആൻസർ ഈ ഒരു ടേബിളിലെ ഈ ഒരു ഇത് മാത്രം നമ്മൾ എഴുതി വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും മാർക്ക് മൊത്തം കിട്ടില്ല. താഴെയുള്ള ഈ നോട്ട്സ് എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ പ്രൊവിഷൻസ് നമ്മൾ സെക്ഷനൊന്നും വേണമെന്നില്ല, പക്ഷേ ജസ്റ്റ് നമ്മൾ പറയുക എന്തുകൊണ്ടാണ് നമ്മൾ സ്വച്ഛ് ഭാരത് സെസ് എടുത്തത്, എന്തുകൊണ്ടാണ് പാക്കിംഗ് എക്സ്പെൻസ് എടുത്തത്, എന്തുകൊണ്ടാണ് സബ്സിഡി നമ്മൾ ലെസ് ചെയ്തത്, എന്തുകൊണ്ടാണ് ഡിസ്കൗണ്ട് ലെസ് ചെയ്തത്. അപ്പോൾ അതൊക്കെ നമുക്ക് പറയാൻ പറ്റണം. അവിടെ നോട്ട്സ് ആയിട്ട് കൃത്യമായിട്ട് എഴുതണം. ഇവിടെ ഈ ആൻസറിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള പോലെ ബ്രാക്കറ്റിൽ കണ്ടില്ലേ, സ്വച്ഛ് ഭാരത് സെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ നോട്ട് 1, അങ്ങനെ നോട്ട് 1 ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ആ രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യുക. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസൻറ്റേഷൻ സ്റ്റൈലാണ്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് വാല്യൂ ഓഫ് സപ്ലൈ എന്ന് ചോദിച്ചിട്ടുള്ളത് ലാസ്റ്റ് 3 അറ്റംപ്റ്റിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇനിയുള്ള അടുത്ത അറ്റംപ്റ്റിലൊക്കെ ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വരാനുള്ളൂ. ഇതിൻ്റെ ഒരു ഭയങ്കര അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ഒന്നും വാല്യൂ ഓഫ് സപ്ലൈ എന്ന് ചോദിക്കാനില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക. വളരെ സിമ്പിൾ 2 ടോപ്പിക്സാണ്, വാല്യൂ ഓഫ് സപ്ലൈയും ടൈം ഓഫ് സപ്ലൈയും. സമയം കളയാതെ ഇരുന്ന് പഠിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.